പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവാരാധനയ്ക്കായിട്ട് ഒരുമിച്ച് ചേർന്ന എല്ലാ ദൈവമക്കൾക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിലുള്ള സ്നേഹവന്ദനം അറിയിക്കുന്നു. അതിശ്രേഷ്ഠനായിരിക്കുന്ന ദൈവദൂതനെ പിശാചാക്കി മാറ്റിയത് അഹങ്കാരം എന്ന കാര്യമാണ്. പ്രവാചകൻ ഈ ദൈവദൂതനോട് ചോദിക്കുന്നു, അരുണോദയപുത്രനായ ശുക്ര, നീ വെട്ടേറ്റ് ഇങ്ങനെ വീണത് എന്തുകൊണ്ട്? അതിൻ്റെ കാരണം, ഞാൻ ദൈവത്തോട് സമനാകും, ഞാൻ എൻ്റെ സിംഹാസനം ദൈവത്തിൻ്റെ സിംഹാസനത്തിന് മീതെ വയ്ക്കും എന്ന് അവൻ പറഞ്ഞതാണ്. അഹങ്കരിക്കുക എന്ന് പറയുന്നത് അത് അപകടകരമായ കാര്യമാണ്. നമ്മൾ ഇന്ന് ചിന്തിക്കാൻ പോകുന്ന വേദഭാഗത്ത് ഒരു മനുഷ്യൻ അഹങ്കരിച്ചതിന് ദൈവം നൽകിയ ന്യായവിധിയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. താണ നിലത്തെ നീരോടൂ, അവിടെ ദൈവം തുണ ചെയ്യൂ എന്ന ഒരു ആപ്തവാക്യമുണ്ട്. ദൈവം അഹങ്കാരികളോട് എതിർത്ത് നിൽക്കുന്നു, എന്നാൽ താഴ്മയുള്ളവർക്കോ അവൻ കൃപ നൽകുന്നു. നിങ്ങളുടെ ശ്രദ്ധ, ഞാൻ അപ്പസ്തലപ്രവൃത്തികളുടെ പുസ്തകം അതിൻ്റെ 12-ാമത്തെ അധ്യായത്തിൻ്റെ 18 മുതൽ 25 വരെയുള്ള വാക്യങ്ങളിലേക്ക് ക്ഷണിക്കുകയാണ്. അപ്പസ്തലപ്രവൃത്തികൾ 12-ാമത്തെ അധ്യായത്തിൻ്റെ 18 മുതലുള്ള വാക്യങ്ങൾ. നേരം വെളുത്തപ്പോൾ പത്രോസ് എവിടെ പോയി എന്ന പടയാളികൾക്ക് അല്പമല്ലാത്ത പരിഭ്രമം ഉണ്ടായി. ഹെരോദാവ് അവനെ അന്വേഷിച്ചിട്ട് കാണായികയാൽ കാവൽക്കാരെ വിസ്തരിച്ച് അവരെ കൊല്ലുവാൻ കൽപ്പിച്ചു. പിന്നെ അവൻ യഹൂദ്യ വിട്ട് കൈസരിയിലേക്ക് പോയി അവിടെ പാർത്തു. അവൻ സോര്യരുടെയും സീദോന്യരുടെയും നേരെ ക്രുദ്ധിച്ചിരിക്കുമ്പോൾ രാജാവിൻ്റെ ദേശത്തു നിന്ന് തങ്ങളുടെ ദേശത്തിന് ആഹാരം കിട്ടിവരികയാൽ അവർ ഏക മനസ്സോടെ അവൻ്റെ അടുക്കൽ ചെന്ന് രാജാവിൻ്റെ പള്ളിയറക്കാരനായ ബ്ലസ്തോസിനെ വശത്താക്കി സന്ധിക്കായിട്ട് അപേക്ഷിച്ചു. നിശ്ചയിച്ച ദിവസത്തിൽ ഹെരോദാവ് രാജവസ്ത്രം ധരിച്ച് ഭദ്രാസനത്തിലിരുന്ന് അവരോട് പ്രസംഗം കഴിച്ചു. ഇത് മനുഷ്യൻ്റെ ശബ്ദമല്ല, ഒരു ദേവൻ്റെ ശബ്ദമത്രേ എന്ന് ജനം ആർത്തു. അവൻ ദൈവത്തിന് മഹത്വം കൊടുക്കായികയാൽ കർത്താവിൻ്റെ ദൂതൻ ഉടനെ അവനെ അടിച്ചു. അവൻ കൃമിക്ക് ഇരയായി പ്രാണനെ വിട്ടു. എന്നാൽ ദൈവവചനം മേൽക്കുമേൽ പരന്നുകൊണ്ടിരുന്നു. ബർന്നബാസും ശൗലും ശുശ്രൂഷ നിവർത്തിച്ച ശേഷം മർക്കോസ് എന്ന മറുപേരുള്ള യോഹന്നാനെയും കൂട്ടിക്കൊണ്ട് യെരുശലേം വിട്ട് മടങ്ങിപ്പോന്നു. നമ്മൾ അപ്പസ്തലപ്രവൃത്തിയിൽ 12-ാമത്തെ അധ്യായത്തിൽ നമ്മൾ വായിക്കുന്ന സംഭവം 3 രംഗങ്ങളായിട്ട് നമുക്ക് തിരിക്കാം. 3 രംഗങ്ങളായിട്ട് പറയാം. ആദ്യത്തെ രംഗം, ഹെരോദ രാജാവ് ദൈവത്തിൻ്റെ സഭയെ പീഡിപ്പിക്കേണ്ടതിന് കൈനീട്ടുന്നു എന്നതാണ് ആദ്യത്തെ രംഗം. രണ്ടാമത്തെ രംഗം, ഹെരോദാവിൻ്റെ കയ്യിൽ നിന്ന്, ദൈവസഭയെ പീഡിപ്പിക്കാനായിട്ട് കൈ നീട്ടിയ ഹെരോദാവിൻ്റെ കയ്യിൽ നിന്ന് ദൈവം പത്രോസിനെ അത്ഭുതകരമായിട്ട് വിടുവിക്കുന്നു. അതാണ് രണ്ടാമത്തെ രംഗം. മൂന്നാമത്തെ രംഗമെന്ന് പറയുന്നത് ഈ 2 കരങ്ങൾ തമ്മിലുള്ള സംഘർഷമാണ്. ഉപദ്രവിക്കാനായിട്ട് കൈ നീട്ടിയ ഹെരോദാവ്, വിടുവിക്കുവാനായിട്ട് കരങ്ങൾ നീട്ടിയ കർത്താവ്. ഈ 2 കരങ്ങൾ തമ്മിലുള്ള സംഘർഷമാണ് നമ്മൾ 18-ാമത്തെ വാക്യം മുതൽ നമ്മൾ കാണുന്നത്. അപ്പോൾ പത്രോസ് രംഗത്തു നിന്ന് അപ്രത്യക്ഷനാകുന്നു. അതിനുശേഷം ആ രംഗത്തേക്ക് കടന്നു വരുന്നത് ഹെരോദാവാണ്. ഹെരോദാവ് അഗ്രിപ്പ ഒന്നാമൻ എന്ന് പറയുന്ന ആ രാജാവാണ്. എന്നിട്ട് പത്രോസിൻ്റെ വിടുതലിനെ കുറിച്ച് 18-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, നേരം വെളുത്തപ്പോൾ
പത്രോസ് എവിടെ പോയി എന്ന് പടയാളികൾക്ക് അല്പമല്ലാത്ത പരിഭ്രമം ഉണ്ടായി. എങ്ങനെയാ ഈ സംഭവത്തെ വിശദീകരിക്കാനായിട്ട് സാധിക്കുക? ഒരു കയ്യിൽ ഒരു പടയാളിയുടെ കൈയുമായി ബന്ധിച്ച് ചങ്ങല, മറു കൈയിൽ വേറൊരു പടയാളിയുമായിട്ട് ബന്ധിച്ച ചങ്ങല. താൻ രക്ഷപ്പെടാതിരിക്കാനായിട്ട് വാതിക്കൽ 2 പടയാളികൾ കാവൽ. ഇരുമ്പ് വാതിൽ, ആദ്യത്തെ ഒരു ഇരുമ്പ് വാതിൽ, അത് കഴിഞ്ഞതിന് ശേഷം വേറെ ഒരു ഇരുമ്പ് വാതിൽ, അതിനുശേഷം പിന്നെ പ്രധാനപ്പെട്ട ഒരു വാതിൽ. അത് കടന്നാണ് പത്രോസ് അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോയത്. എങ്ങനെയാണ് അതിനെ വിശദീകരിക്കാനായിട്ട് സാധിക്കുന്നത്? അല്പമല്ലാത്ത പരിഭ്രമം ഉണ്ടായി. ദൈവപ്രവൃത്തികളെ മനുഷ്യർക്ക് മനസ്സിലാക്കാനായിട്ട് ബുദ്ധിമുട്ടാകട്ടോ. ദൈവപ്രവൃത്തികളെ മനുഷ്യർക്ക് മനസ്സിലാക്കാനായിട്ട് ബുദ്ധിമുട്ടാണ്. ദൈവപ്രവൃത്തികളെ നിഷേധിക്കുന്ന മനുഷ്യർക്ക് ജീവിതത്തെയും കാര്യങ്ങളെയും ഒക്കെ വിശദീകരിക്കാനായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടേണ്ടതായിട്ട് വരും. അവർക്കതിനെ വിശദീകരിക്കാനായിട്ട് സാധിക്കുകയില്ല. അവർക്ക് അല്പമല്ലാത്ത പരിഭ്രമമുണ്ടായി. ഇതെന്ത് സംഭവിച്ചു, എങ്ങനെ പത്രോസ് രക്ഷപ്പെട്ടു എന്നുള്ളതിനെക്കുറിച്ച് അവർക്ക് യാതൊരു വിവരവുമില്ല. അത് കഴിഞ്ഞപ്പോൾ അവരുടെ പരിഭ്രമം 2 നിലയിലുള്ള പരിഭ്രമമാകട്ടോ. ഒന്നാമത്തെ പരിഭ്രമം എന്താ? പത്രോസ് രക്ഷപ്പെട്ടു, എങ്ങനെ രക്ഷപ്പെട്ടു എന്നുള്ളതായിരിക്കുന്ന പരിഭ്രമം. രണ്ടാമത്തെ പരിഭ്രമം എന്ന് പറയുന്നതിന് എന്ത് വില കൊടുക്കേണ്ടി വരും എന്നുള്ളതായിരിക്കുന്ന പരിഭ്രമമാണ്. അതിന് വില എന്ന് പറയുന്നത് നമ്മൾ വായിക്കുമ്പോൾ നമുക്കറിയാം. ഹെരോദാവ് അവനെ അന്വേഷിച്ചിട്ട് കാണായികയാൽ കാവൽക്കാരെ വിസ്തരിച്ച് അവരെ കൊല്ലുവാൻ കൽപ്പിച്ചു. പത്രോസിനെ കാണുന്നില്ലെങ്കിൽ എങ്ങനെയാ പത്രോസ് കാണാതെ പോയതിനെ നമുക്ക് വിശദീകരിക്കാൻ സാധിക്കുന്നത്? ദൈവത്തെയും ദൈവപ്രവൃത്തികളെയും നമുക്ക് മാറ്റിവെക്കാം. അതിനുശേഷം ഇതിനെ ഒന്ന് വിശദീകരിക്കാനായിട്ട് ശ്രമിക്കുക. എങ്ങനെയാണ് വിശദീകരിക്കാൻ പറ്റുക? ഇവനെ പറഞ്ഞു വിട്ടതല്ലേ. ഇവിടെ കാവലിന് നിർത്തിയ ആൾക്കാരെല്ലാം കൂടി അവരാലോചന കഴിച്ച് പത്രോസിനെ രക്ഷപ്പെടുത്താം എന്ന് ഇവരെല്ലാം കൂടെ തീരുമാനിച്ചിട്ട് കാശും വാങ്ങിച്ചു കാണുമായിരിക്കും അല്ലേ. അവിടെ എത്ര ആളുകളെ കൊല്ലാനായിട്ട് ഹെരോദാവ് തീരുമാനിച്ചു നമുക്കറിയത്തില്ല. എന്നാലും ഒരു 4 പേര് ചുരുക്കം അല്ല. ഇതിനകത്ത് ഈ 4 പേര് മാത്രമല്ല, ഇവന്മാരെല്ലാം കൂടെ പണിയെടുത്തിട്ടാണ് ഈ കാര്യം സംഭവിച്ചത് എന്ന് ഹെരോദാവ് തീരുമാനിച്ചെങ്കിൽ 16 പടയാളികളെ കൊല്ലാനായിട്ടാണ് ഹെരോദാവ് തീരുമാനിക്കുന്നത്. അപ്പം ഞാൻ അതിനെയെല്ലാം കൂടെ ചേർത്ത് ഞാനൊരു പ്രമാണം നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അപ്പം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം, ദൈവത്തെയും ദൈവപ്രവൃത്തികളെയും നിഷേധിക്കുന്ന, അതിനെ ഗൗരവമാക്കാത്ത മനുഷ്യർക്ക് ജീവിതത്തെ വിശദീകരിക്കാനായിട്ട് അവർ ശ്രമിക്കുമ്പോൾ അതിനെ വളരെ ക്രൂരമായിട്ട് മാത്രമേ അതിനെ നേരിടാനായിട്ട് സാധിക്കുകയുള്ളൂ. ദൈവത്തെയും ദൈവപ്രവർത്തനത്തെയും ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്തിയാൽ നമ്മൾ കാര്യങ്ങളെ കാണുന്നത് വളരെ ഭൗതികമായ നിലയിലാണ്. ആ നിലയിൽ നമ്മൾ കാര്യങ്ങളെ കാണുമ്പോൾ അന്യായമായും ക്രൂരമായും പ്രവർത്തിക്കുവാനായിട്ട് മനുഷ്യർക്ക് സംഗതിയാകുന്നു. അപ്പം ഞാനതിനെ കുറിച്ച് ഹെരോദാവ് എങ്ങനെയാണ് കാര്യങ്ങളെ കാണുന്നത്, പടയാളികൾ എങ്ങനെയാണ് കാര്യങ്ങളെ കാണുന്നത്? പടയാളികൾക്കറിയാം, എൻ്റെ പൊന്നെ, ഇതിനകത്ത് ഞങ്ങൾക്ക് യാതൊരു പങ്കും ഇല്ല, ഞങ്ങൾ ഈ കാര്യത്തിൽ പൂർണ്ണമായും നിഷ്കളങ്കര് അല്ലെങ്കിൽ അതിൽ കുറ്റമില്ലാത്ത ആൾക്കാരാണ്. പക്ഷേ എങ്ങനെയാണ് ഇതൊന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്തുക? ഇതെങ്ങനെയാണ് സാധിക്കുന്നത്? ഹെരോദാ രാജാവ് അതിനെക്കുറിച്ച് പറയുമ്പോൾ പറയും, നിങ്ങളൊന്നും വേലത്തരവൊന്നും എന്നോട് പറയണ്ട, നിങ്ങളുടെ അടവുകളൊന്നും എൻ്റെ മുമ്പിൽ നടക്കൂല. പത്രോസ് ബന്ധനസ്ഥനായിട്ട് കാരാഗ്രഹത്തിൽ കിടക്കുന്നു. പത്രോസ് രക്ഷപ്പെടണമെങ്കിൽ പത്രോസിന് കയ്യിലുള്ള ചങ്ങല അടിച്ചു കൊടുക്കണം, പിന്നെ കാവിൽ നിന്ന് പടയാളികൾ മാറിക്കൊടുക്കണം, പിന്നെ വാതിലുകൾ തുറന്നു കൊടുക്കണം. അല്ലാതെ പത്രോസിനെ എങ്ങനെയാണ് രക്ഷപ്പെടാനായിട്ട് സാധിക്കുക? മാനുഷികമായ രീതിയിൽ കാര്യങ്ങളെ കാണുന്ന മനുഷ്യർക്ക്, ദൈവത്തിൻ്റെ പ്രവൃത്തികളെ കാണുവാൻ കണ്ണുകളില്ലാത്ത ആളുകൾക്ക് ജീവിതത്തെ വിശദീകരിക്കുവാൻ, കാര്യങ്ങളെ വിശദീകരിക്കുവാനായിട്ട് ഭൗതികമായ മാർഗങ്ങൾ മാത്രമാകുമ്പോൾ അത് സങ്കടകരമായ ഒരു വിശദീകരണമാണ്. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ജീവിതത്തെ എങ്ങനെയാണ് വിശദീകരിക്കുന്നത്? ദൈവത്തിന് നിങ്ങളുടെ ജീവിതത്തിൽ പങ്കുണ്ടോ? ദൈവത്തിൻ്റെ പ്രവർത്തനത്തിന് നമ്മുടെ ജീവിതത്തിൽ പങ്കുണ്ടോ? അതോ സ്വാഭാവികമായി യാന്ത്രികമായി നാം ചെയ്യുന്ന പ്രവൃത്തികളും നമ്മളുടെ അധ്വാനവും ഒക്കെ അതിൻ്റെ ഫലമായി നമ്മുടെ ജീവിതം മുൻപോട്ട് പോകുന്നു എന്നൊരു ചിന്തയാണോ നമുക്കുള്ളത്? അങ്ങനെയാണോ കാര്യങ്ങളെ കാണുന്നത്? ദർ ഇസ് നോ പ്ലേസ് ഫോർ ഗോഡ്. മനുഷ്യനെ സംബന്ധിച്ച് ഞാൻ പറയാം, ആധുനിക മനുഷ്യനെ സംബന്ധിച്ച് ഞാൻ പറയാം, ദൈവത്തിന് ഈ പ്രപഞ്ചത്തിലും
മനുഷ്യൻ്റെ ജീവിതത്തിൽ യാതൊരു സ്ഥാനവുമില്ല. ദൈവത്തെ നിഷ്കാസനം ചെയ്തിട്ട് ആണ് ലോകത്തെയും മനുഷ്യനെയും ഈ പ്രപഞ്ചത്തെയും എല്ലാം വിശദീകരിക്കാനായിട്ട് മനുഷ്യൻ ശ്രമിക്കുന്നത്. എങ്ങനെയാണ് ഭൂമി ഉണ്ടായത്? ഈ പ്രപഞ്ചം ഉണ്ടായത് എങ്ങനെയാണ്? പ്രപഞ്ചം ഉണ്ടായത് എങ്ങനെയാണെന്നറിയാൻ നമുക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല. എങ്ങനെയാണ്? ദൈവം സൃഷ്ടിച്ചു എന്ന് പറഞ്ഞാൽ പോരെ? അങ്ങനെയൊന്നും പറയാൻ സാധിക്കില്ല. വളരെ പ്രസിദ്ധനായിരിക്കുന്ന ഒരു വേദപണ്ഡിതൻ, അദ്ദേഹത്തിൻ്റെ പേര് ഞാനങ്ങ് പറഞ്ഞു, എങ്കിലും അദ്ദേഹം പറഞ്ഞ പ്രസ്താവന ഞാൻ പറയാം. അദ്ദേഹം പറഞ്ഞു, അതായത് ഒരു മജീഷ്യൻ അദ്ദേഹം ഇങ്ങനെ കറക്കിയതിന് ശേഷം അദ്ദേഹത്തിൻ്റെ ഹാറ്റിൽ നിന്ന് ഒരു മുയലിനെ എടുക്കും. എന്നാൽ മുയലിനെ എടുത്തപ്പോഴും മജീഷ്യനുണ്ട് അവിടെ. മുയലിനെ എടുത്തത് എങ്ങനെയാണെന്നൊന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല. അറ്റ്ലീസ്റ്റ് ദ മജീഷ്യൻ ഈസ് ദെയർ. എന്നാൽ ഈ പ്രപഞ്ചം മുഴുവനും സൃഷ്ടിക്കപ്പെട്ടു, അല്ലെങ്കിൽ പ്രപഞ്ചം മുഴുവനും വന്നു എന്ന് മനുഷ്യർ പറയുമ്പോൾ അതിൻ്റെ പിന്നിൽ ആരുമില്ല എന്ന്. അങ്ങനെയാണ് ലോകം അതിനെ വിശദീകരിക്കാനായിട്ട് ശ്രമിക്കുന്നത്. ദൈവത്തിന് സ്ഥാനമില്ല കേട്ടോ. ഞാൻ ചോദിക്കട്ടെ, ഇന്നത്തെ ലോകത്തിലുള്ളതായിരിക്കുന്ന മനുഷ്യർ എന്തെങ്കിലും ചെയ്യാൻ തുടങ്ങുന്ന ഉടനെ ഇതിന് ദൈവത്തിന് പ്രസാദമായിരിക്കുമോ എന്ന് ചോദിക്കുന്ന ആളുകൾ എത്ര പേരുണ്ട്? ട്രംപ് അങ്ങനെ ചോദിക്കുമെന്ന് എനിക്കറിയില്ല. ഏതായാലും ശരി, ഒരു 10-15 മാസ്റ്റർമാർ വന്ന് ഇദ്ദേഹത്തിന് തലയെ കൈവച്ച് പ്രാർത്ഥിക്കാനൊക്കെ പുള്ളി സമ്മതിച്ചു വിടുക. ദൈവത്തോട് ചോദിച്ചാൽ അത് ചെയ്യുന്നതെന്ന് ഞാൻ പറയുകയില്ല. എന്നാൽ പൊതുവെ മനുഷ്യനെക്കുറിച്ച് പറയുമ്പോൾ ഞാൻ ചെയ്യുന്നത് നീതിയാണോ, ഞാൻ ചെയ്യുന്നത് ദൈവഹിതപ്രകാരമാണോ എന്നൊന്നും മനുഷ്യർ ചിന്തിക്കുന്നില്ല. സ്വാഭാവികമായ ഇൻ എ നാച്ചുറൽ വേൾഡ് കോസ് ആൻഡ് ഇഫക്റ്റ്, അല്ലെങ്കിൽ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഹിന്ദുക്കളുടെ ഭാഷയിൽ പറയുകയാണെങ്കിൽ കർമ്മഫലം എന്ന് അതിനെക്കുറിച്ച് പറയാം. നമ്മൾ എങ്ങനെയാണ് ജീവിതത്തിൽ വിജയിക്കുന്നത്? വിജയിക്കുന്നത് നല്ലോണം അധ്വാനിക്കണം അല്ലേ? പഠിച്ചാൽ ജയിക്കാം അല്ലേ? എല്ലാ കാര്യങ്ങളും മനുഷ്യൻ അവൻ്റെ പ്രവൃത്തികളും അവൻ്റെ സാഹചര്യങ്ങളും മാത്രം വെച്ച് വിശദീകരിക്കുന്ന ഒരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. എന്നാൽ ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, ഈസ് ദർ എ പ്ലേസ് ഫോർ ഗോഡ് ഇൻ യുവർ ലൈഫ്? നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ഒരു സ്ഥാനമുണ്ടോ? ജീവിതത്തെ നിയന്ത്രിക്കുന്നതിന് ദൈവത്തെ നിങ്ങൾ അനുവദിക്കുന്നുണ്ടോ? ജീവിതത്തെ വിശദീകരിക്കുന്നത് ദൈവത്തിൻ്റെ കാഴ്ചപ്പാടിലൂടെയാണോ? ദൈവിക പ്രവൃത്തികളുടെ വെളിച്ചത്തിലാണോ നമ്മൾ ജീവിതത്തെ കാണുന്നത്? അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അന്യായമായിരിക്കും. ഈ മനുഷ്യരോട്, ഈ പടയാളികളോട് ഹെരോദാവ് ചെയ്തത് എന്തൊരു ഭയങ്കര അന്യായം അല്ലേ? അവർക്ക് യാതൊരു വിധത്തിലുള്ള പങ്കില്ല കേട്ടോ. അവസാനം ഹെരോദാവ് പറയുമെന്ന് വിചാരിക്കുക, എൻ്റെ പൊന്നെ വേറൊരു പോസിബിലിറ്റി ഇത് കാര്യത്തിലുണ്ടല്ലോ, ഈ പടയാളികളൊക്കെ കുറ്റക്കാരാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. പക്ഷേ മറുവശമുണ്ട്. അതായത് അത്ഭുതകരമായ രീതിയിൽ ദൈവം വന്ന് പത്രോസിനെ രക്ഷിച്ചു. അങ്ങനൊരു സാധ്യതയ്ക്ക് ഹെരോദാവിൻ്റെ ജീവിതത്തിൽ സ്ഥാനമുണ്ടോ? ഇല്ല. There is no place for God and his work in the life of ഹെരോദാവിൻ്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ പ്രവർത്തനത്തിനും ദൈവത്തിൻ്റെ കരത്തിനും യാതൊരു സ്ഥാനവുമില്ല. ഹി ഈസ് എ നാച്ചുറൽ മാൻ. അവൻ സ്വാഭാവിക മനുഷ്യനാണ്. ദൈവത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് അവൻ യാതൊരു സ്ഥാനവും കൊടുക്കുന്നില്ല. ലോകത്തുള്ള നല്ല പങ്കാളികൾ അങ്ങനെയാണ് ജീവിക്കുന്നത് കേട്ടോ. There is no place for God in their life. അവരുടെ ജീവിതത്തിൽ ദൈവത്തിന് സ്ഥാനമില്ല, ദൈവപ്രവൃത്തികൾക്ക് സ്ഥാനമില്ല, ദൈവത്തിൻ്റെ കൃപയ്ക്കും കാരുണ്യത്തിന് സ്ഥാനമില്ല. They are the people who direct their own lives. അവരുടെ ജീവിതങ്ങളെ നിയന്ത്രിക്കുന്നത് അവർ തന്നെയാണ്. എന്നാൽ എൻ്റെ പൊന്നു സഹോദരങ്ങളെ, ഞാൻ നിങ്ങളോട് പറയാം, നമ്മുടെ ജീവിതത്തെ നിയന്ത്രിക്കുന്നത് ദൈവമാണ്. There is always the hand of God directing the life of a man of God. ദൈവ മനുഷ്യൻ്റെ ജീവിതത്തെ നിയന്ത്രിക്കുന്ന ദൈവത്തിൻ്റെ കരം അവൻ കാണുകയും എല്ലാറ്റിനെയും ദൈവദൃഷ്ടിയിലൂടെ വീക്ഷിക്കുകയും ചെയ്യുക എന്നതാണ് നമ്മളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പരിപാടി എന്ന് പറയുന്നതാണ്. വി ഹാവ് ഗോഡ് ആസ് ദി ആൻസർ, എക്സ്പ്ലനേഷൻ ഫോർ അവർ ലൈഫ്. നമ്മുടെ ജീവിതത്തിൻ്റെ വിശദീകരണം എന്ന് പറയുന്നത് ദൈവമാണ്. ദൈവം നമ്മളോട് കരുണ ചെയ്തു, ദൈവം പ്രവർത്തിക്കുന്നു, നമ്മുടെ പ്രാർത്ഥനകൾക്ക് ദൈവം ഉത്തരം തരുന്നു, നമ്മളെ വിടുവിക്കുന്നു. അതൊക്കെയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ അനുഭവം എന്ന് പറയുന്നതാണ്. ബട്ട് ദ പീപ്പിൾ ഓഫ് ദ വേൾഡ് കൻ നോട്ട് സീ ഇറ്റ്. അപ്പോൾ ഞാനത് വീണ്ടും നിങ്ങളോട് പറയാം, നിങ്ങൾ ദൈവത്തെ കൂടാതെ, ദൈവപ്രവൃത്തികളെ കണക്കിലെടുക്കാതെയാണ് ജീവിതത്തെ വീക്ഷിക്കുന്നതെങ്കിൽ നിങ്ങളുടെ സമീപനം ജീവിതത്തോട് അപകടകരമായ ഒരു സമീപനമാണ്. നീതിപൂർവമായി നിങ്ങൾക്ക് പ്രവർത്തിക്കാൻ കഴിയുകയില്ല. ദൈവത്തിന് സ്ഥാനമില്ലാത്ത, ദൈവപ്രവൃത്തികൾക്ക് സ്ഥാനമില്ലാത്ത മനുഷ്യർക്ക് നീതിപൂർവമായി പ്രവർത്തിക്കാൻ സാധിക്കുകയില്ല. യൂറോപ്പിലും അമേരിക്കയിലും ന്യൂ
എത്തീസ്റ്റ് എന്ന് പറയുന്നതായിരിക്കുന്ന ഒരു ഗ്രൂപ്പ് ആളുകളുണ്ട്. സാം ഹാരിസ്, ഡഗ്ലസ് മറേ, അങ്ങനെ പറയുന്ന കുറേ ആൾക്കാരുണ്ട്. എന്നാൽ അവർക്ക് നമ്മുടെ എന്ന് പറഞ്ഞാൽ ശരിയല്ല, വലിയ അദ്ദേഹം വലിയ കൂടിയ എത്തീസ്റ്റ് ഉണ്ടല്ലോ അല്ലേ, റിച്ചർഡ് ഡോക്കിൻസ്, ഇവരെല്ലാം. അപ്പോൾ അവർക്ക് ഈ കാലത്ത് വന്ന ഒരു ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവർ പറയും ഞങ്ങൾക്ക് മതത്തെ ഇതിനെ ഒന്നും ഇഷ്ടമല്ല എന്ന് പറഞ്ഞ ആൾക്കാരാണ്. പക്ഷേ ഇസ്ലാമിക അതിൻ്റെ കടന്നുകയറ്റം യൂറോപ്പിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ അവർക്ക് മനസ്സിലായി ഇസ്ലാമിസ്റ്റുകൾ പറയുന്ന രീതിയിലാണ് കാര്യങ്ങളെങ്കിൽ കാര്യങ്ങൾ പോക്കാണ് എന്ന് മനസ്സിലായി. അപ്പോൾ അദ്ദേഹം ഇപ്പോൾ റിച്ചർഡ് ഡോക്കിൻസ് തന്നെ പറഞ്ഞൊരു പ്രസ്താവനയുണ്ട്, എനിക്ക് ദൈവമില്ലെങ്കിലും ദൈവവിശ്വാസികളുടെ അവരുടെ ആശയങ്ങളും അവരുടെ ജീവിതത്തിൻ്റെ ക്രമങ്ങളും ഇഷ്ടമാണ്. ഐ ആം എ കൾച്ചറൽ ക്രിസ്ത്യൻ. ഞാൻ എൻ്റെ സംസ്കാരം അനുസരിച്ച് ഞാനൊരു ക്രിസ്ത്യാനിയാണ്. ദൈവത്തിലൊന്നും എനിക്ക് വിശ്വാസമില്ല. പക്ഷെങ്കിൽ ഈ ധാർമ്മികത, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ ദൈവമക്കൾ സൃഷ്ടിച്ചെടുത്ത ഈ ധാർമ്മികത കൂടാതെ ഈ ലോകത്തിന് നിലനിൽക്കാൻ കഴിയുകയില്ല എന്നുള്ളതായിരിക്കുന്ന കാര്യം അദ്ദേഹത്തിന് മനസ്സിലായി കേട്ടോ. ദൈവത്തെ മാറ്റി നിർത്തി, ദൈവപ്രവർത്തികളെ മാറ്റി നിർത്തി ലോകത്തെ വിശദീകരിക്കുവാൻ, നീതിപൂർവമായി ലോകത്തെ മുൻപോട്ട് കൊണ്ടുപോകുവാൻ കഴിയുകയില്ല എന്ന കാര്യം അദ്ദേഹത്തിനും മനസ്സിലായി. പക്ഷേ ദൈവത്തിൽ വിശ്വസിക്കാൻ അദ്ദേഹത്തിന് മനസ്സിലായിട്ട് അത് വേറെ കാര്യമാണ്. അപ്പം ഞാനത് ഒരു പ്രാവശ്യം കൂടെ നിങ്ങളോട് ചോദിക്കുകയാണ്, ഹൗ ഡു യു എക്സ്പ്ലെയിൻ ലൈഫ്? നിങ്ങൾ ജീവിതത്തെ എങ്ങനെയാണ് വിശദീകരിക്കുന്നത്? ദൈവത്തിനും ദൈവപ്രവൃത്തികൾക്കും ദൈവത്തിൻ്റെ നിയന്ത്രണത്തിനും നമ്മുടെ ജീവിതത്തിൽ സ്ഥാനമുണ്ടോ? ആ നിലയിലാണോ നമ്മൾ ജീവിതത്തെ കാണുന്നത് എന്നുള്ളത് വളരെ വളരെ പ്രാധാന്യമേറിയ ചോദ്യമാണ്. അപ്പോൾ അതാണ് ഞാൻ ആദ്യമേ പറയാൻ ആഗ്രഹിക്കുന്നത്. When people do not explain life apart from God, they do wicked things. അവർ വളരെ ദുഷ്ടതയുള്ള കാര്യങ്ങൾ അവർ ഓർത്തിരിക്കുന്നത്. ഒരു 16 പടയാളികളെ അവർ ചെയ്യാത്ത കുറ്റത്തിന് കഴുത്ത് വെട്ടിക്കൊല്ലേണ്ടതായിട്ട് വന്നു. 16 പടയാളികളെ, 16 ചിലപ്പോൾ കാണുകയില്ലായിരിക്കും, ചിലപ്പോൾ അതിൽ ചില കുറവായിരിക്കും. ഏതായാലും ശരി, കുറ്റം ചെയ്യാത്ത മനുഷ്യരെ കൊലപ്പെടുത്തുന്ന ആ നിലയിലുള്ള ഒരു ക്രൂരതയാണ് ദൈവത്തെ നിഷേധിക്കുന്ന മനുഷ്യർക്ക് ചെയ്യാൻ സാധിക്കുന്നത്. അതാണ് ഞാൻ ആദ്യമേ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. രണ്ടാമത് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം, ഈ മനുഷ്യൻ ഹെരോദാവാണ് ഈ രംഗത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ക്യാരക്ടർ കേട്ടോ. ഹെരോദാവാണ് ഈ കാര്യത്തിലെ പ്രധാന ക്യാരക്ടർ. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഈ മനുഷ്യന് അദ്ദേഹം പ്രകടിപ്പിച്ചതായിരിക്കുന്ന അഹങ്കാരമാണ്. അവൻ സോര്യരുടെയും സീദോന്യരുടെയും നേരെ കുറിച്ചിരിക്കുമ്പോൾ രാജാവിൻ്റെ ദേശത്ത് നിന്ന് തങ്ങളുടെ ദേശത്തിന് ആഹാരം കിട്ടി വരികയാൽ അവർ ഏക മനസ്സോടെ അവൻ്റെ അടുക്കിൽ ചെന്ന് രാജാവിൻ്റെ പള്ളിയറക്കാരനായ ബ്ലസ്തോസിനെ വശത്താക്കി സന്ധിക്കായി അപേക്ഷിച്ചു. അപ്പോൾ ഇവിടുത്തെ പ്രശ്നം എന്താ? ഇവിടുത്തെ പ്രശ്നം എന്ന് പറയുന്നത്, 2 നഗരങ്ങളിലുള്ള ആളുകൾ, അത് പറയുന്നത് സോര്യർ, സൈഡൻ എന്ന് പറയുന്നതായിരിക്കുന്ന ഒരു സ്ഥലം, പിന്നെ സയർ എന്ന് പറയുന്ന സ്ഥലവും പിന്നെ സൈഡൻ എന്ന് പറയുന്നത്, 2 നമ്മൾ മെഡിറ്ററേനിയൻ കടലിൻ്റെ തീരത്തുകൂടെ പോയാൽ നമ്മൾ വന്നു ചേരുന്ന 2 നഗരങ്ങളാണ്. അപ്പോൾ ഇവർക്ക് ആഹാരം കൊടുക്കുന്നത്, അപ്പോൾ അവർ തുറമുഖ പട്ടണങ്ങളാണ് എങ്കിലും ആഹാരം കിട്ടുന്നത് ഇസ്രയേലിൽ നിന്നാണ്, കൈസരിയ വഴിയാണ് അവർക്ക് ആഹാരം കിട്ടുന്നത്. അപ്പോൾ ഹെരോദാ രാജാവ് ഒരുപാട് പിണങ്ങിയാലുള്ള പ്രശ്നം എന്താ? ചാക്കരി കിട്ടൂല, ആഹാരം കിട്ടത്തില്ല, വലിയ പ്രശ്നമായി. അപ്പം അങ്ങനെ വലിയ പ്രശ്നമായി കഴിഞ്ഞപ്പോൾ ഇവർ ഒരു സന്ധിക്കായിട്ട്, എന്ത് കാരണത്താൽ പിണങ്ങിയെന്നൊന്നും നമുക്കറിയത്തില്ല, ഏതായാലും ശരി, ഇവർ ഒരു രമ്യത ഉണ്ടാക്കാം എന്ന് വിചാരിച്ച്, രമ്യത ഉണ്ടാക്കുമ്പോൾ സാധാരണഗതിയിൽ എന്താ ചെയ്യുന്നത്? ഈ രാജാവിൻ്റെ മേൽ സ്വാധീനമുള്ള ഒരാളിനെ പിടിക്കണം, എന്നിട്ട് അദ്ദേഹത്തെ വശീകരിക്കണം. ബ്ലസ്തോസ് എന്ന് പറയുന്ന ഒരാൾ, അപ്പോൾ ഈ രാജാവിൻ്റെ കൊട്ടാര വിചാരകനായിരിക്കുന്നയാളാണ്. അദ്ദേഹത്തെ വശത്താക്കി എന്ന് പറയുമ്പോൾ കൈക്കൂലിയൊക്കെ കൊടുത്ത് കാണുമെന്ന് വിചാരിക്കണം. ഏതായാലും അദ്ദേഹത്തിന് കാശൊക്കെ കൊടുത്ത് അദ്ദേഹത്തെ വശത്താക്കി, എന്നിട്ട് സന്ധിക്കായിട്ട് അപേക്ഷിച്ചു. അപ്പം ഇദ്ദേഹത്തെക്കുറിച്ചും കൂടെ ഒരു വാക്ക് പറയാം. ഈ പറയുന്ന ഹെരോദാവ് എന്ന് പറയുന്ന ആൾ, 4 ഹെരോദാക്കന്മാരെക്കുറിച്ച് നമ്മൾ പുതിയ നിയമത്തിൽ വായിക്കുന്നുണ്ട്. ഒന്നാമത്തെ ഹെരോദാവ് ഹെരോദ ദ ഗ്രേറ്റ്, മഹാനായ ഹെരോദാവ് എന്ന് പറയുന്ന ആളാണ്. BC 40 മുതൽ AD അതോ BC 4 വരെ, കർത്താവിൻ്റെ ജനനം വരെ ജീവിച്ചിരുന്നയാളാണ് മഹാനായ ഹെരോദാവ് എന്ന് പറയുന്നത്. അദ്ദേഹത്തിന് 4 മക്കളായിരുന്നു. അതിൽ 2 പേര് ഭരണാധിപന്മാരായി. ഒരാൾ അദ്ദേഹത്തെ നമ്മൾ പറയുന്നത് ഹെരോദ വന്തിപ്പാസ് എന്നാണ് പറയുന്നത്.
ഹെരോദാവ് അന്തിപ്പാസ് എന്ന് പറയുന്നതായിരിക്കുന്നയാൾ, മറ്റേയാൾ ഫിലിപ്പ് എന്ന് പറയും. ഫിലിപ്പ്. അപ്പോൾ ഫിലിപ്പിൻ്റെ കൈസരിയ എന്ന് പറയുന്ന പ്രയോഗം നമുക്ക് വായിക്കാൻ സാധിക്കും. അപ്പം വടക്ക് ഭാഗം ഫിലിപ്പിന് കിട്ടി, അതിലെ തെക്ക് ഭാഗം ഹെരോദ് അന്തിപ്പാസിന് കിട്ടി. ഹെരോദ് അന്തിപ്പാസിനെ നമുക്കറിയാം. ഹെരോദ് അന്തിപ്പാസ് എന്താ ചെയ്തത്? യോഹന്നാൻ സ്നാപകനെ കഴുത്ത് കണ്ടിച്ച ആളാണ് ഈ ഹെരോദ് അന്തിപ്പാസ് എന്ന് പറയുന്നതായിരിക്കുന്നയാൾ. അപ്പോൾ ഈ മഹാനായിരിക്കുന്ന ഹെരോദാവിൻ്റെ മകനാണ് ഹെരോദ് അന്തിപ്പാസ്. അപ്പോൾ അദ്ദേഹത്തിന് ഇത് കൂടാതെ 2 പിള്ളേരും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. അതിൽ അരിസ്റ്റോബുലസ് എന്ന് പറയുന്നതായിരിക്കുന്ന ഒരു കക്ഷിയുണ്ട്, അരിസ്റ്റോബുലസ്. അപ്പോൾ അദ്ദേഹത്തോട് ഹെരോദാവിന്, അല്ലെങ്കിൽ മഹാനായ ഹെരോദാവിന് സംശയം, ഇവൻ വേല വയ്ക്കുന്നു എന്നൊരു സംശയം. അപ്പോൾ അവന് രാജാവ് തന്നെ വെട്ടിക്കൊന്നു. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ആ അരിസ്റ്റോബുലസ് എന്ന് പറഞ്ഞ ആളിൻ്റെ മകനാണ് ഈ ഹെരോദ് അഗ്രിപ്പ 1 എന്ന് പറയുന്നതായിരിക്കുന്ന ആൾ. അവിടെ ഈ അരിസ്റ്റോബുലസ് എന്ന് പറയുന്നതായിരിക്കുന്ന ആളിൻ്റെ ഭാര്യ ഒരു യഹൂദ സ്ത്രീയാണ്, മറിയം എന്നാണ് അവരുടെ പേര്. അപ്പം ഇവരുടെ മകനെ അവരുടെ ഭർത്താവിനെ മകനെ വെട്ടിക്കൊന്നു. അപ്പോൾ കൊച്ചുമകന് ഈ ഹെരോദ് അഗ്രിപ്പ 1 എന്ന് പറയുന്ന ആളിനെ റോമയിലേക്ക് അയച്ചു. അവിടെ ഇദ്ദേഹം വളർന്നത് റോമയിലാണ്. അവിടെയുള്ള ചക്രവർത്തിമാരുമായിട്ട് അങ്ങനെ ഇദ്ദേഹം പരിചയത്തിലായി. അപ്പോൾ അദ്ദേഹത്തിന് 2 കൂട്ടുകാരുണ്ടായിരുന്നു. ഒന്നാമത്തെ ആളെന്ന് പറയുന്നത് കലിഗുള എന്ന് പറയുന്നതായിരിക്കുന്ന ചക്രവർത്തിയാണ്. രണ്ടാമത്തെ ആളെന്ന് പറയുന്നത് ക്ലൗഡിയസ് എന്ന് പറയുന്ന ആളാണ്. അപ്പോൾ ഈ കലിഗുള ചക്രവർത്തിയാകുന്ന കാലത്ത് ഈ ഹെരോദ് അഗ്രിപ്പ 1 അദ്ദേഹത്തിന് പ്രത്യേക ഒരു മമത ഉള്ളതുകൊണ്ട് അദ്ദേഹത്തെ ഇസ്രയേലിൻ്റെ വടക്ക് ഭാഗത്തുള്ള ദേശത്തിൻ്റെ രാജാവായിട്ട് നിയമിച്ചു. അവിടെ ആ കാലത്ത് ഈ ഹെരോദ് അന്തിപ്പാസ് എന്ന് പറയുന്നതായിരിക്കുന്ന ആളിനും ആകപ്പാടെ ബുദ്ധിമുട്ടായി. റോമയിലുള്ളതായിരിക്കുന്ന ചക്രവർത്തിയുമായിട്ട് ഇടഞ്ഞു. അപ്പോൾ ഹെരോദ് അന്തിപ്പാസിനെ അദ്ദേഹം നാട് കടത്തി കഴിഞ്ഞപ്പോൾ ഈ ഹെരോദ് അഗ്രിപ്പ 1 എന്ന് പറയുന്ന ആളിന് ഇസ്രയേൽ മുഴുവനും കിട്ടി. അവിടെ ഈ AD 36 ഹെരോദ് അഗ്രിപ്പ 1 രാജാവാകുന്നത്. ആ കാലഘട്ടത്തിൽ AD 38 ആകുമ്പോഴേക്കും മഹാനായ ഹെരോദാവിനുള്ളതുപോലെയുള്ള വിസ്തീർണമായിരിക്കുന്ന ഒരു രാജ്യം മുഴുവനും ഈ ഹെരോദ് അഗ്രിപ്പ 1 കീഴിലാണ്. അപ്പോൾ അദ്ദേഹം ഭയങ്കര തന്ത്രശാലിയായിരിക്കുന്ന, എസ് ലൂയിസ് ജോൺസിൻ്റെ ഭാഷയിൽ പറയുകയാണ് എങ്കിൽ ഭയങ്കര ദുഷ്ടനായിരിക്കുന്ന ഒരു മനുഷ്യനാണ് ഈ ഹെരോദ് അഗ്രിപ്പ 1 എന്ന് പറയുന്നയാൾ. പക്ഷെങ്കിൽ ഭയങ്കര വില്ലനാണ്. ആളുകളെയൊക്കെ വശീകരിക്കാനും കാര്യങ്ങൾ സാധിച്ചെടുക്കാനും ഒക്കെ കഴിവുള്ള ആളാണ്. അദ്ദേഹത്തിന് ഒന്നുമില്ലാതെയാണ് റോമയിൽ ആയിരുന്നത്. എന്നാൽ അദ്ദേഹത്തിൻ്റെ സ്വാധീനവും കഴിവും നിമിത്തം അദ്ദേഹത്തിന് ആദ്യമേ വടക്കൻ രാജ്യങ്ങൾ കിട്ടി, അതിനുശേഷം തെക്കൻ രാജ്യം കിട്ടി. ഇപ്പോൾ ഇസ്രയേലിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും വിസ്തീർണമുള്ള രാജ്യത്തിൻ്റെ രാജാവായിട്ട് തീർന്നിരിക്കുകയാണ് ഈ അഗ്രിപ്പ 1 എന്ന് പറയുന്ന ഈ രാജാവ്. അപ്പോൾ അദ്ദേഹത്തിന് തന്നെക്കുറിച്ച് തന്നെ ഭയങ്കര മതിപ്പാണ് കേട്ടോ, ഭയങ്കര മതിപ്പാണ്. ഭയങ്കര കഴിവുള്ള മനുഷ്യനാണ്, എന്തും ചെയ്യും, ആരെയും വശീകരിക്കും, തൻ്റെ കാര്യങ്ങൾ സാധിച്ചെടുക്കാനായിട്ട് എന്തും ചെയ്യാനുള്ള കഴിവുണ്ട്. എന്നാൽ അദ്ദേഹം ഒരു യഹൂദനായിട്ടാണ് വളർന്നു വന്നത്. കാര്യം തൻ്റെ അമ്മ ഒരു യഹൂദ സ്ത്രീ ആയിരുന്നതുകൊണ്ട് ഒരു യഹൂദ പശ്ചാത്തലമാണ് അദ്ദേഹത്തിനുണ്ടായിരുന്നത്. അദ്ദേഹം ഒരു യഹൂദനായിരുന്നു. അപ്പോൾ ആ യഹൂദ പശ്ചാത്തലം നിമിത്തമാണ് പത്രോസിനെയും യാക്കോബിനെയും ഒക്കെ ഉപദ്രവിക്കാം എന്ന് വിചാരിക്കാനുള്ള ഒരു കാരണം അതാണ്. അങ്ങനെ നിൽക്കുന്ന സമയത്താണ് ഈ സീദോന്യരും സോര്യരുമായിട്ടുള്ള പ്രശ്നം വന്നു. ബ്ലസ്തോസിനെ കൈവശപ്പെടുത്തിയത് കൊണ്ട് ഒരു സന്ധി സംഭാഷണത്തിന് വേണ്ടി ഹെരോദാവ് മനസ്സ് വെച്ചു. എന്നിട്ട് സന്ധി സംഭാഷണത്തിനായിട്ട് നിശ്ചയിച്ച ദിവസത്തിൽ ഹെരോദാവ് രാജവസ്ത്രം ധരിച്ച് രാജാസനത്തിൽ, ഭദ്രാസനത്തിൽ എന്ന് പറഞ്ഞ രാജാസനത്തിൽ ഇരുന്ന് അവരോട് പ്രസംഗം കഴിച്ചു. അപ്പോൾ ഈ കാര്യം ലൂക്കോസ് മാത്രമല്ല പറയുന്നത് കേട്ടോ. അത് ഈ ലൂക്കോസിൻ്റെ ചരിത്രത്തെ സംബന്ധിച്ചുള്ള സാധുത, ആ സാധുത വിശ്വാസികൾക്ക് തെളിയിക്കേണ്ട കാര്യമില്ല, അവിശ്വാസികൾക്ക് അത് തെളിയിക്കുന്ന സന്തോഷം അല്ലേ, നല്ല കാര്യമാണ്. അവിടെ ജോസീഫസ് എന്ന് പറയുന്ന യഹൂദ ചരിത്രകാരനുണ്ട്. ജോസീഫസ് ഈ ഹെരോദ അഗ്രിപ്പ 1 പറ്റിയ കാര്യത്തെക്കുറിച്ച് അദ്ദേഹം വിശദമായിട്ട് പറയുന്നുണ്ട്. ലൂക്കോസ് നൽകുന്ന വിശദീകരണവും ജോസീഫസ് നൽകുന്ന വിശദീകരണവും തമ്മിൽ കാര്യമായ വ്യത്യാസം ഇല്ല.
കാര്യമായ വ്യത്യാസം ഈ രണ്ട് വിശദീകരണങ്ങൾ തമ്മിൽ ഇല്ല. അപ്പോൾ ഹെരോദാവ്, അപ്പോൾ ജോസീഫസ് പറയുന്നൊരു കാര്യം, നിശ്ചയിച്ച ദിവസത്തിൽ രാജാവ് രാജവസ്ത്രം ധരിച്ച ഭദ്രാസനത്തിലിരുന്നു എന്നാണ് ലൂക്കോസ് പറയുന്നത്. എന്നാൽ ജോസീഫസ് കുറച്ചുകൂടി ഒരു വിശദീകരണം കൊടുക്കുന്നുണ്ട്. രാജാവ് ധരിച്ചിരുന്ന വസ്ത്രമെന്ന് പറയുന്നത് മുഴുവനും വെള്ളി കൊണ്ട് ഉണ്ടാക്കിയ വസ്ത്രമായിരുന്നു. അപ്പോൾ അദ്ദേഹം ഈ രാജസ്ഥാനത്ത് ഇരുന്ന് കഴിഞ്ഞപ്പോൾ രാവിലെ സമയമാണ്, ഉദിച്ചു വന്ന സൂര്യൻ ഈ വെള്ളി കൊണ്ടുണ്ടാക്കിയ വസ്ത്രത്തിൽ തട്ടിയപ്പോൾ അങ്ങനെ ശോഭയോടുകൂടെ അങ്ങനെ തിളങ്ങി നിൽക്കുന്ന ഒരു അന്തരീക്ഷം ഉണ്ടായി. അപ്പം അതിനുശേഷമാണ് അദ്ദേഹം സംസാരിക്കുന്നത്. അദ്ദേഹം സംസാരിച്ചപ്പോൾ ആൾക്കാർ പറഞ്ഞു, ആൾക്കാരേതായാലും ശരി സന്ധ്യ സംഭാഷണത്തിൽ വന്നിരിക്കുകയാണ്, കാര്യം നടന്നു കിട്ടണം, അവരെന്ത് പറയാനായിട്ട് മനസ്സുള്ള ആളുകളാണ്. അവർ പറഞ്ഞു, ഇത് മനുഷ്യൻ്റെ ശബ്ദമല്ല, ഒരു ദേവൻ്റെ ശബ്ദമത്രേ എന്ന് പറഞ്ഞു. അപ്പോൾ അതിനെക്കുറിച്ച് ഒരു പ്രസംഗം പറഞ്ഞപ്പോൾ പറഞ്ഞു, എൻ്റെ പൊന്ന് സഹോദരങ്ങളെ, മറ്റു മനുഷ്യർ പറയുന്നതെല്ലാം നിങ്ങൾ വിശ്വസിക്കരുത് കേട്ടോ. നിങ്ങൾ വലിയ കൂടിയ ആൾക്കാരാന്ന് ആരെങ്കിലും പറഞ്ഞാൽ ഉടനെ അങ്ങ് വിശ്വസിക്കരുത്. അപ്പോൾ അതിനെക്കുറിച്ച് ജോൺ സ്റ്റോട്ട് എന്ന് പറയുന്ന ദൈവഭക്തനായ മനുഷ്യനോട് ചോദിച്ച്, അദ്ദേഹത്തിന് 80 വയസ്സായപ്പോൾ നടത്തിയ ഒരു ഇൻ്റർവ്യൂവിൽ അദ്ദേഹത്തോട് ചോദിച്ചു, എന്താണ് താങ്കൾ ഏറ്റവും അധികം ഭയപ്പെടുന്നതെന്ന് ചോദിച്ചു. വാട്ട് ഡു യു അഫ്രൈഡ് ഓഫ് ദ മോസ്റ്റ്? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എനിക്കുള്ള ഏറ്റവും വലിയ ഭയം എന്ന് പറയുന്നത് എന്നെ പുകഴ്ത്തുന്ന മനുഷ്യർ പറയുന്നത് ഞാൻ വിശ്വസിക്കുമോ എന്ന ഭയമാണ് എനിക്കുള്ളത്. അവർ പറയും, ജോൺ സ്റ്റോട്ട് എന്ന് പറഞ്ഞ ആളാരാ? എന്തൊരു ഭക്തനായ, എന്തൊരു കൂടിയ, എന്തൊരു വലിയ ആളാന്ന് പറയുമ്പം ഞാനത് വിശ്വസിച്ചു പോകുമോ എന്നുള്ളതാണ് എൻ്റെ ഭയം എന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ 2 വശമായിട്ടൊരു പ്രസ്താവന പറയാം. ആളുകൾ നിങ്ങളെ കാര്യസാധ്യത്തിന് വേണ്ടി പുകഴ്ത്തിയൊക്കെ പറയും കേട്ടോ. നമ്മൾ ചെറിയ മനുഷ്യരാണെങ്കിൽ പിന്നെ അത്രയും വലിയ പ്രശ്നമില്ല. വലിയ മനുഷ്യരാണെങ്കിൽ ആളുകൾ വെറുതെ നമ്മളെ പൊക്കി പറയും, വെറുതെ പറയും. അപ്പം പൊക്കി പറഞ്ഞാൽ അങ്ങ് ഒരുപാടങ്ങ് വിശ്വസിക്കരുത് കേട്ടോ. അതുപോലെ തന്നെ നമ്മളെ കുറ്റവും പറയും. പൊക്കി പറയുമ്പോൾ അങ്ങ് ഒരുപാട് കളരുകയും കുറ്റം പറയുമ്പോൾ അങ്ങ് ഒരുപാട് താഴുകയും ചെയ്യേണ്ട ആവശ്യമില്ല. അതാണ് ഞാൻ ആദ്യം അതിനെക്കുറിച്ച് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം. ആളുകൾ നമ്മളെ ഒരുപാട് പൊക്കി പറഞ്ഞാൽ ഒരുപാട് നമ്മളങ്ങ് സന്തോഷിക്കുകയും വേണ്ട, കുറ്റം പറഞ്ഞാൽ അങ്ങ് ഒരുപാട് സങ്കടപ്പെടുകയും വേണ്ട. എൻ്റെ ദൈവമേ, ചില മനുഷ്യരോട് ഒരു കുറ്റം പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് അവരുടെ മുഖം ഒന്ന് നോക്കണം. സന്തോഷിച്ച് ചിരിച്ചുകൊണ്ടിരിക്കുമായിരുന്നു, പെട്ടെന്ന് മുഖം എല്ലാവരും അങ്ങ് നീണ്ട്, അല്ലേ? എന്തൊരു പ്രയാസം! എന്തിനാ അത്രയും പ്രയാസപ്പെടുന്നത്? വൈ യു ആർ സോ അപ്സെറ്റ്? കാര്യം എന്താണെന്ന് ചോദിച്ചാൽ നമ്മളെക്കുറിച്ച് തന്നെ നമുക്ക് ഒരു സുബോധമായിരിക്കുന്ന വിലയിരുത്തലല്ല ഉള്ളത്. നമ്മൾ വലിയ കൂടിയ ആളുകളാണെന്നാണ് നമ്മളുടെ വിചാരം. അതുകൊണ്ടാണ് നമുക്ക് ആ പ്രശ്നമുള്ളത്. അപ്പോൾ ഇദ്ദേഹത്തോട് പറഞ്ഞു, എൻ്റെ പൊന്നു രാജാവേ, താങ്കൾ ഈ വസ്ത്രമൊക്കെ ധരിച്ച് ഈ തിളങ്ങുന്ന ഇരിപ്പ് കണ്ടിട്ട് ഒരു മനുഷ്യനാണെന്ന് തോന്നുന്നില്ല കേട്ടോ. മനുഷ്യനാണെന്ന് തോന്നുന്നില്ല. അങ്ങനെ പറയുന്ന ഹെരോദാവ് എന്തായിരുന്നു പറയേണ്ടത്? അപ്പം അതിനോട് ചേർത്ത് ഞാൻ ഒരു കാര്യം കൂടെ അതിനോട് പറയുക. അപ്പസ്തലനായിരിക്കുന്ന യാക്കോബിനെ വാളുകൊണ്ട് കൊന്നു. ഉടനെ തന്നെ ദൈവം തൻ്റെ ദൂതനെ അയച്ചു, ഹെരോദാവിനെ അടിച്ചു. അങ്ങനെ സംഭവിച്ചോ? ഇല്ല. ഇവർ പറഞ്ഞപ്പം ദൈവത്തിൻ്റെ ശബ്ദമായി, ഇത് മനുഷ്യരുടെ ശബ്ദമല്ല എന്ന് പറഞ്ഞപ്പോൾ ദൂതനെ അയച്ചു, തല്ലിക്കൊന്നു. അതെന്താ അങ്ങനെ? അത് ഞാൻ പറയാം. ഞാനതിനെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ എനിക്ക് ബോധ്യപ്പെട്ടതായിരിക്കുന്നൊരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഇദ്ദേഹം ഒരു യഹൂദനാണ് കേട്ടോ. അദ്ദേഹം ഒരു യഹൂദനാണ്. അദ്ദേഹത്തിൻ്റെ പാരമ്പര്യം അനുസരിച്ചും പശ്ചാത്തലം അനുസരിച്ചും അറിവനുസരിച്ചും മനുഷ്യർക്ക് ദൈവത്തിൻ്റെ ബഹുമാനം പ്രാപിക്കുവാൻ പാടില്ല എന്നുള്ള കാര്യം അദ്ദേഹത്തിന് അറിയാൻ കേട്ടോ. അത് ദാറ്റ് ഇസ് സംതിങ് വിച്ച് ഇസ് വെരി ഷുവർ ഓഫ് ഹിം. ഹെരോദാവിന് അറിയാവുന്ന ഒരു കാര്യം, ദൈവത്തിന് കൊടുക്കേണ്ട ബഹുമാനം മനുഷ്യർക്ക് എടുക്കാൻ പാടില്ല. അത് ഒന്നാമത്തെ കൽപ്പനയാണ്, അല്ലേ? ദൈവത്തിന് കൊടുക്കേണ്ട ബഹുമാനം മനുഷ്യരെടുക്കാനായിട്ട് പാടില്ല എന്നുള്ള കാര്യം ഒരു യഹൂദ പശ്ചാത്തലത്തിലുള്ള ഹെരോദാവിന് നിശ്ചയമായിട്ടും അറിയാം. അവിടെ ഞാൻ പറയാം, അപ്പോൾ അതാണ് എൻ്റെ 2ാമത്തെ പോയിൻ്റാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. മനുഷ്യരുടെ ബോധ്യങ്ങൾക്ക് വിരുദ്ധമായി മനുഷ്യർ അഹങ്കരിക്കുവാനായിട്ട് മനസ്സ് വയ്ക്കുമ്പോൾ ദൈവത്തിൻ്റെ കരം അവർക്ക് പ്രതികൂലമായിരിക്കുന്നു എന്നതാണ് ഞാൻ 2ാമത് പറയാൻ ആഗ്രഹിക്കുന്നത്. മനുഷ്യരുടെ ബോധ്യങ്ങൾക്ക് വിരുദ്ധമായി. യഥാർത്ഥത്തിൽ യാക്കോബ് ദൈവത്തിൻ്റെ ഒരു അപ്പോസ്തലനാണോ? പത്രോസ്
കർത്താവിൻ്റെ അപ്പോസ്തലനാണ്, ദൈവത്താൽ അയക്കപ്പെട്ട ആളാണോ എന്നതിനെക്കുറിച്ചൊക്കെ സംശയിക്കാനുള്ള ഒരു അനുവാദമൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ സംശയിക്കാനുള്ളതായിരിക്കുന്ന ഒരു അനുവാദമൊക്കെ ഉണ്ട്. അപ്പം അതുകൊണ്ട് യാക്കോബിനെ കൊന്നപ്പം ഹെരോദാവിനെ ദൈവം തല്ലിക്കുന്നില്ല കേട്ടോ. പക്ഷെങ്കിൽ ഈ ആൾക്കാർ ഹെരോദാവിനെക്കുറിച്ച് നീ ദൈവമാണ്, നിൻ്റെ ശബ്ദം ദൈവത്തിൻ്റെ ശബ്ദമാണ്, മനുഷ്യരുടേതല്ല എന്ന് പറഞ്ഞപ്പോൾ അത് ശരിയല്ല എന്ന് മനസ്സിലാക്കാനുള്ളതായിരിക്കുന്ന പൂർണ്ണമായിരിക്കുന്ന ബോധ്യം, പൂർണ്ണമായിരിക്കുന്ന അറിവ് ഹെരോദ രാജാവിനുണ്ട്. നമ്മളുടെ ബോധ്യങ്ങൾ, നമ്മളുടെ അറിവുകൾ, അതിനെയൊക്കെ മറികടന്ന് അഹങ്കരിക്കുവാൻ നമ്മൾ മനസ്സ് വയ്ക്കുമ്പോൾ അത് അപകടകരമായ ഒരു നീക്കമാണ് എന്നാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. കർത്താവ് അതിനോട് സമാനമായിരിക്കുന്നൊരു പ്രസ്താവന അവർക്ക് പറഞ്ഞു കേട്ടോ. സമാനമായിരിക്കുന്നൊരു പ്രസ്താവന പറഞ്ഞു. അതെന്താണെന്ന് ചോദിച്ചാൽ കർത്താവ് പറഞ്ഞു, നിങ്ങൾ മനുഷ്യപുത്രന് നേരെ എന്തെങ്കിലും പറഞ്ഞാൽ നിങ്ങളോട് ക്ഷമിക്കും. എന്നാൽ പരിശുദ്ധാത്മാവിന് നേരെ പറഞ്ഞാൽ ക്ഷമിക്കുകയില്ല. അതെന്താ അങ്ങനെ പറഞ്ഞേ? അപ്പോൾ പരിശുദ്ധാത്മാവ് മനുഷ്യപുത്രനേക്കാളും കൂടിയ ആളാണോ? അതാണോ കാര്യം? അതെന്താ അങ്ങനെ പറഞ്ഞേ? മനുഷ്യപുത്രന് നേരെ നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞാൽ ക്ഷമിക്കും, പക്ഷെ പരിശുദ്ധാത്മാവിന് എതിരായിട്ട് നിങ്ങൾ സംസാരിച്ചാൽ, പരിശുദ്ധാത്മാവിനെതിരെ പറഞ്ഞാൽ നിങ്ങളോട് ക്ഷമിക്കുകയില്ല. ഈ ലോകത്തിൽ വരാനുള്ള ലോകത്തിൽ ക്ഷമിക്കില്ല എന്ന് പറഞ്ഞു. അതെന്താ അങ്ങനെ പറഞ്ഞത്? ഞാൻ പറയാം. കർത്താവായ യേശുക്രിസ്തു ഈ ലോകത്തിൽ മനുഷ്യനായി വന്ന അവസരത്തിൽ യഥാർത്ഥത്തിൽ യേശുക്രിസ്തു ദൈവം തന്നെയാണോ എന്ന് സംശയിക്കാനുള്ളൊരു സാധ്യത ഉണ്ടായിരുന്നു കേട്ടോ. ഉണ്ടായിരുന്നു. കർത്താവായ യേശുക്രിസ്തു യഥാർത്ഥത്തിൽ ദൈവപുത്രൻ തന്നെയാണോ എന്ന് സംശയിക്കാനുള്ളൊരു സാധ്യതയുണ്ട്. അതുകൊണ്ട് മനുഷ്യപുത്രനെതിരെ നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞാൽ ക്ഷമിക്കുമെന്ന് പറഞ്ഞു. കാര്യം ചോദിച്ചാൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം കർത്താവിനെ നിരീക്ഷിച്ച്, കർത്താവിനെ മനസ്സിലാക്കി, കർത്താവ് ആരാണെന്നുള്ള അന്വേഷണം നടത്തി, അങ്ങനെ മാത്രമേ കർത്താവിനെ നിങ്ങൾക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കുകയുള്ളൂ. പരിശുദ്ധാത്മാവിന് നേരെ നിങ്ങൾ പാപം ചെയ്ത് ക്ഷമിക്കലെന്ന് പറഞ്ഞൊരു കാര്യം എന്താ? അതിന് കാര്യം എന്ന് ചോദിച്ചാൽ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പ്രവൃത്തി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ താൻ ദൈവപുത്രനാണ് എന്ന് തെളിയിക്കുവാൻ പര്യാപ്തമായ പ്രവർത്തനമായിരുന്നു. അത് ദൈവപുത്രനാണ് എന്ന് തെളിയിക്കുവാൻ പര്യാപ്തമായ പ്രവർത്തനമാണ്. ജന്മനാ കുരുടനായിരിക്കുന്ന, സംസാരിക്കാൻ വയ്യാത്ത, ബധിരനായിരിക്കുന്ന, കേൾക്കാൻ വയ്യാത്തൊരു മനുഷ്യന് അത്ഭുതകരമായ രീതിയിൽ വിടുതൽ കൊടുത്തപ്പം ഇവർ പറഞ്ഞത് ബേൽസബൂലിനെ കൊണ്ടാണ് ചെയ്തത്, അല്ലാതെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാലല്ല എന്ന് പറഞ്ഞു. അവിടെ കർത്താവിന് അവരോട് ചോദിക്കാനുള്ളത്, ബേൽസബൂൽ ഇതിനു മുമ്പ് എത്ര പ്രാവശ്യം ഇത് ചെയ്തിട്ടുണ്ട്? നിങ്ങളുടെ അറിവിൽ ബേൽസബൂൽ ചെയ്ത ഒന്നാമത്തെ വിടുതൽ ഇതെത്ര, ഏതാ വിടുതല? രണ്ടാമത്തെ വിടുതൽ. അങ്ങനെ പറയാൻ പറ്റുമോ? അയ്യോ, ബേൽസബൂൽ ഒന്നും ചെയ്തിട്ടില്ലെന്ന്, അവിടെ ഒന്നും നടന്നിട്ടില്ല. യേശുക്രിസ്തു വ്യക്തമായി തെളിയിച്ച കാര്യം പച്ചയായി തിരസ്കരിക്കുവാൻ വേണ്ടിയാണ് അത് ബേൽസബൂലിന്റെ മേൽ അവർ ആരോപിച്ചത്. അത് സത്യത്തിൻ്റെ നേരെ കണ്ണടയ്ക്കുക, യാഥാർത്ഥ്യത്തെ നിഷേധിക്കുക, അവർക്കുള്ള ബോധ്യങ്ങൾക്കെതിരെ പ്രവർത്തിക്കുവാൻ മനസ്സ് വയ്ക്കുക എന്ന് പറയുന്ന കുറ്റമാണ്. ആ കുറ്റത്തെക്കുറിച്ചാണ് പറയുന്നത്. നിങ്ങൾ മനഃപൂർവ്വമായി നിങ്ങൾ സത്യമാണ് എന്നറിയാവുന്ന ഒരു കാര്യം നിഷേധിക്കുകയാണ് എങ്കിൽ നിങ്ങൾക്ക് ക്ഷമ കിട്ടുകയില്ല എന്ന് പറഞ്ഞു. അബദ്ധത്തിലൊക്കെ തെറ്റിപ്പോയി. അപ്പസ്തലനായ പൗലോസ് എന്നെക്കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞു, അറിയാതെ അബദ്ധത്തിൽ ചെയ്തതായതുകൊണ്ട് ദൈവം എന്നോട് ക്ഷമിച്ചു എന്ന് പറഞ്ഞു കേട്ടോ. അപ്പം മനഃപൂർവ്വമായിട്ട് ദൈവത്തോട് മത്സരിക്കുവാൻ, ദൈവം നമ്മളെ ബോധ്യപ്പെടുത്തിയ സത്യങ്ങൾ നിഷേധിക്കുവാൻ നമ്മൾ മനസ്സ് വയ്ക്കുന്നത് അപകടകരമായ കാര്യമാണ്. അതാണ് ഹെരോദാവിനെ സംബന്ധിച്ച് നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നത്. ഹെരോദാവിനറിയാം അതിയാനൊരു മനുഷ്യനാണ്, അല്ലാതെ ദൈവമല്ല എന്നുള്ള കാര്യം. അതിനെക്കുറിച്ച് യാതൊരു തർക്കത്തിനും സംശയത്തിനും ഒന്നും കാര്യമില്ല കേട്ടോ. ദാറ്റ് ഈസ് സംതിങ് വിച്ച് ഈസ് വെരി ഷ്യൂർ ടു ഹിം. എന്നാൽ ആ സത്യത്തെ മനഃപൂർവ്വമായി നിഷേധിച്ച് ദൈവത്തിന് മാത്രം അവകാശപ്പെടുന്ന അധികാരങ്ങൾ ഏറ്റെടുക്കുവാനായിട്ട് താൻ തീരുമാനിച്ചപ്പോൾ അവിടെയാണ് ദൈവത്തിൻ്റെ ന്യായവിധി വരുന്നത്. എൻ്റെ പൊന്നു സഹോദരങ്ങളെ, ഞാൻ പറയാം, ദൈവത്തിൻ്റെ പ്രവൃത്തികളെയും ദൈവത്തിൻ്റെ കാരുണ്യത്തിനെയും കണക്കിലെടുത്ത് ദൈവം നമുക്ക് തന്നതൊക്കെ ദൈവത്തിൻ്റെ ദാനമാണ് എന്ന് മനസ്സിലാക്കി ദൈവത്തിന് നന്ദി പറഞ്ഞ് ജീവിക്കുവാൻ നമുക്ക് കഴിയുന്നില്ലെങ്കിൽ അതിനെയാണ് അഹങ്കാരം എന്ന് പറയുന്നത്. C.S. ലൂയിസ് അതിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞു, സത്യസന്ധമായി ചിന്തിക്കുന്ന ഒരു മനുഷ്യനും അഹങ്കരിക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞു. സത്യസന്ധമായ രീതിയിൽ ചിന്തിക്കുന്ന ഒരു മനുഷ്യനും അഹങ്കരിക്കേണ്ടതായിരിക്കുന്ന കാര്യമില്ല. കാരണം
അവന് ലഭിച്ച കാര്യങ്ങളൊക്കെ ദൈവത്തിൻ്റെ കാരുണ്യം കൊണ്ട് അവന് കിട്ടിയതാണ്. വളരെ സൗന്ദര്യമുള്ള സഹോദരിമാരോട് ഞാൻ പറയാം, വളരെ സൗന്ദര്യമുള്ള സഹോദരിമാർ ചിലരുണ്ട് കേട്ടോ, അവിടെ നല്ല സൗന്ദര്യമുള്ള ആളുണ്ട്. അവരോട് ഞാൻ പറയാം, നിങ്ങൾ അഹങ്കരിക്കേണ്ട യാതൊരു കാര്യമില്ല. നിങ്ങളെങ്ങനെ ഇത്ര സൗന്ദര്യമുള്ള ആളുകൾ ജനിക്കാനുള്ള കാര്യം എന്താ അതിൻ്റെ കാര്യം? നിങ്ങൾ ജനിക്കുന്നതിന് മുന്നമേ തന്നെ തീരുമാനിച്ചുട്ടോ, ഞാൻ ജനിച്ചു കഴിയുമ്പോൾ എന്നെപ്പോലെയുള്ളൊരു കൊച്ച് ഈ ഭൂമിയിൽ ഉണ്ടാകാനായിട്ട് പാടില്ലേ? അങ്ങനെയൊന്നും തീരുമാനിച്ചില്ല. ഭാഗ്യവശാലാണോ ദൗർഭാഗ്യവശാലാണോ എനിക്കറിയത്തില്ല. ഏതായാലും ശരി, ദൈവത്തിൻ്റെ കാരുണ്യം കൊണ്ട് അങ്ങനെ സംഭവിച്ചതാണ്. സൗന്ദര്യമുണ്ട് എന്നൊരാൾ പറയുന്നതിന് പറയുക ദൈവത്തിൻ്റെ സ്തോത്രം അല്ലേ, അത്രയും സൗന്ദര്യമായിട്ടൊക്കെ ജനിക്കാനായിട്ട് ദൈവം എന്നോട് കരുണ ചെയ്തല്ലോ അല്ലേ. ഭയങ്കര ബുദ്ധിയുള്ള ഒരാൾ, ഭയങ്കര ബുദ്ധി. അത്രയും ബുദ്ധി അദ്ദേഹത്തിന് വരാൻ കാര്യം എന്താ? അദ്ദേഹം ജനിച്ചപ്പോൾ തന്നെ തീരുമാനിച്ചത് ഞാനൊരു ബുദ്ധിമാനായിട്ട് നേരെ തീരുമാനിച്ചു. അല്ലാതെ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ കരുണയാൽ കാര്യങ്ങളൊക്കെ ഗ്രഹിക്കാനും ചിന്തിക്കാനുള്ളൊരു പ്രാപ്തി ദൈവം എനിക്ക് തന്നു. അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ എന്താ ചെയ്യേണ്ടത്? ഞാൻ എന്നെ നോക്കടാ എന്ന് പറയല്ലേ. ഞാൻ വളരെ താഴ്മയോടുകൂടെ കർത്താവേ നിനക്ക് നന്ദി, ചിന്തിക്കുവാൻ കഴിവുള്ള ഒരു മനസ്സ് നീ എനിക്ക് തന്നല്ലോ എന്ന് പറഞ്ഞു. കഴിഞ്ഞൊരു ദിവസം ഒരു മനുഷ്യന് ഒരു വീഡിയോ ആണ് ഇവിടെ, ഞാനത് കണ്ടു. ഞാൻ വല്ല വീഡിയോ ഒക്കെ കാണുന്നയാളാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഒരു വീഴ്ചയിൽ അദ്ദേഹത്തിന് 80 വയസ്സുണ്ട്. പെട്ടെന്ന് വീണ് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. അപ്പം 24 മണിക്കൂർ നേരം അദ്ദേഹത്തിന് ഓക്സിജൻ കൊടുത്തു. 24 മണിക്കൂർ നേരം ഓക്സിജൻ കൊടുത്തതിന് ശേഷം അവസാനം പുള്ളിക്ക് ശക്തിയൊക്കെ കിട്ടി, സുബോധമൊക്കെ കിട്ടി. അത് കഴിഞ്ഞപ്പോൾ ഡോക്ടർ അമേരിക്കയിൽ വെച്ചാട്ടോ പറഞ്ഞു, ഒരു ദിവസത്തെ ചികിത്സ എന്ന് പറയുന്നത് $6000 ഇതിൻ്റെ ചികിത്സയ്ക്കുള്ള ചിലവ് എന്ന് പറഞ്ഞു. ഈ വലിയപ്പം ഭയങ്കര കരച്ചിൽ. അപ്പം ഡോക്ടർ പറഞ്ഞു, അപ്പച്ച കരയണ്ട, ഈ $6000 കൊടുക്കാൻ നിർവാഹമില്ലെങ്കിൽ ഞാനത് അതിനൊരു കൺസെഷനൊക്കെ തരാം. അപ്പോൾ വലിയ പറഞ്ഞു, അല്ല എനിക്ക് കൊടുക്കാൻ ഒരു ബുദ്ധിമുട്ടില്ല, എനിക്ക് കാശൊക്കെ ഉള്ള ആളാണ്. പിന്നെ ഞാൻ കരഞ്ഞെന്ന് ചോദിച്ചു. ഉടനെ അദ്ദേഹം പറഞ്ഞു, എനിക്ക് 80 വയസ്സുണ്ട്, ഒരു ദിവസം ഞാൻ ഓക്സിജൻ ശ്വസിച്ചതിന് നിങ്ങൾ എനിക്ക് $6000 നിങ്ങൾ എന്നോട് ചാർജ് ചെയ്തത്. 80 വർഷം ഒരു കാശും വാങ്ങിക്കാതെ ശ്വസിക്കുവാൻ എൻ്റെ ദൈവം എന്നെ അനുവദിച്ചിട്ട് ഞാൻ എൻ്റെ ദൈവത്തോട് നന്ദി പറഞ്ഞില്ലല്ലോ എന്നോർത്താൻ ഞാൻ കരഞ്ഞു പോയത്. അഹങ്കരിക്കേണ്ട വല്ല കാര്യമുണ്ടോ എൻ്റെ സഹോദരങ്ങളെ? ഇത് കേട്ടപ്പോൾ ഡോക്ടറും കരഞ്ഞു എന്നാ ആ വീഡിയോ പറയുന്നത്. ദൈവത്തിൻ്റെ ഔദാര്യം, ദൈവത്തിൻ്റെ കരുണ, നമ്മളോട് കാണിച്ച ദൈവത്തിൻ്റെ മഹാ സ്നേഹം, ഇതിനെ ഓർത്ത് നന്ദി പറയുകയല്ലേ ചെയ്യേണ്ടത്, അല്ലാതെ അഹങ്കരിക്കുകയാണോ? അപ്പോൾ ഇദ്ദേഹത്തിന് ഇതെങ്ങനെയാണ് കിട്ടിയേ? അദ്ദേഹം ചിന്തിച്ചാൽ ദൈവത്തിൻ്റെ അനുഗ്രഹമാണെന്നൊക്കെ പറയണമെന്ന് എനിക്കറിയത്തില്ല, എങ്കിലും ദൈവം അനുവദിച്ചതല്ലേ, ദൈവം അനുവദിച്ചതാണ്. സാഹചര്യങ്ങൾ അനുകൂലമായത് എന്തുകൊണ്ടാണ്? ആരോഗ്യവും ബുദ്ധിയും ലഭിച്ചത് എന്തുകൊണ്ടാണ്? അതൊക്കെ ദൈവം ചെയ്ത കരുണയാണ് എന്ന് മനസ്സിലാക്കാൻ സാധിച്ചാൽ, ദൈവമാണ് നിങ്ങളുടെ ശബ്ദം ഒരു മനുഷ്യൻ്റെ ശബ്ദമല്ല ദൈവത്തിൻ്റെ ശബ്ദമാണെന്ന് പറഞ്ഞപ്പം അദ്ദേഹം, ഞാൻ വിചാരിക്കുന്നു, പെട്ടെന്ന് കസേരയിൽ എഴുന്നേറ്റ്, എൻ്റെ പൊന്നു സഹോദരന്മാരെ നിങ്ങളങ്ങനെ പറയരുത്, ദൈവത്തിന് മാത്രമേ ഈ ബഹുമാനം കൊടുക്കാൻ പറ്റുള്ളൂ. ഞാനൊരു സാധാരണ മനുഷ്യനാണ്, ദൈവം എന്നോട് കരുണ ചെയ്തതുകൊണ്ട് ഞാനിവിടെ ഈ സ്ഥാനത്ത് വന്നതാണെന്നല്ലേ അദ്ദേഹം പറയേണ്ടത്. എന്നാൽ മനുഷ്യനങ്ങനെ പറയുന്നില്ല കേട്ടോ. എന്ത് അവർ സ്ഥാനം കിട്ടിയാലും എന്ത് ബഹുമാനം കിട്ടിയാലും അങ്ങ് നിന്നു കൊടുക്കും, ബഹുമാനം അങ്ങ് സ്വീകരിച്ച് അഹങ്കരിക്കാനായിട്ട് അപകടകരമായിരിക്കുന്ന കാര്യമാണ്. അതുപോലെ തന്നെ ദൈവത്തോട് മത്സരിക്കുന്ന മനുഷ്യർക്ക് ദൈവത്തിൻ്റെ കരം പ്രതികൂലമാണ് എന്നതും അതിനോട് ചേർത്ത് പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. തൻ്റെതായിരിക്കുന്ന ബോധ്യങ്ങൾക്ക് വിരുദ്ധമായി അഹങ്കരിക്കുന്നവർക്ക് ദൈവത്തിൻ്റെ കരം വിരുദ്ധമാണ്. അതുപോലെ തന്നെ ദൈവത്തിൻ്റെ പരിപാടികളോടും പദ്ധതികളോടും എതിർത്ത് നിൽക്കുന്ന മനുഷ്യർക്കും ദൈവത്തിൻ്റെ കരം പ്രതികൂലമാണ്. നമുക്ക് ദൈവത്തെക്കുറിച്ച് പരിചയവും പരിജ്ഞാനവും ഉണ്ടെങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കാൻ എളുപ്പമാണ്. ഒരു കാര്യം മനസ്സിലാക്കാൻ വലിയ ബുദ്ധിയൊന്നും വേണ്ട. അതെന്താണെന്നറിയോ? ദൈവത്തോട് മത്സരിച്ച് ജയിക്കൂല. അത് മനസ്സിലാക്കാനായിട്ട് ഒരുപാട് ബുദ്ധി വേണോ? എൻ്റെ പൊന്നെ,
ഈ വളരെ പച്ചയായ പരമാർത്ഥം അറിയാവുന്ന മനുഷ്യരും ദൈവത്തോട് മത്സരിക്കാൻ തീരുമാനിക്കും. എന്നെ നടുക്കിയൊരു പ്രസ്താവന, അദ്ദേഹത്തിന് അറിവ് കേട് കൊണ്ടാണ് പറഞ്ഞതെന്ന് എനിക്കറിയാം, എങ്കിലും ഒരു വിശ്വാസിയാകും കേട്ടോ, അദ്ദേഹം പറഞ്ഞൊരു പ്രസ്താവന എന്നെ നടുക്കി. അദ്ദേഹം പറഞ്ഞു, ദൈവം പറഞ്ഞാലും ഞാനത് കേൾക്കൂലെന്ന്. അതേ പറഞ്ഞു, തമ്മിൽ വഴക്കാ, രണ്ട് സഹോദരന്മാർ തമ്മിൽ വഴക്കായി. അവൻ ഇദ്ദേഹത്തോട് പറഞ്ഞു, ഇത് ഇന്നതുപോലെയാണെന്ന് പറഞ്ഞു, ദൈവം പറഞ്ഞാലും ഞാൻ കേൾക്കൂലെന്ന്. അത്രയ്ക്ക് വിളി ദേഷ്യപ്പെട്ടിരിക്കുക. നമ്മളങ്ങനെയൊന്നും പച്ചയായിട്ടങ്ങ് പറയുകയില്ല. പക്ഷെ ദൈവം പറഞ്ഞാൽ കേൾക്കുമോ? ഇല്ലെന്നേ. ദൈവത്തോട് മത്സരിക്കുവാൻ കഴിയും എന്നെങ്ങനെയോ ഒരു ചിന്ത നമ്മളെ ഹൃദയത്തിൽ കടന്നിട്ടുണ്ട്. ദൈവത്തോട് മത്സരിച്ച് ദൈവത്തിൻ്റെ പദ്ധതികൾക്കെതിരെ നിന്ന് ദൈവം പറഞ്ഞതിനെ അവഗണിച്ച് ജീവിച്ച് വിജയിക്കാം എന്ന് ചിന്തിക്കുന്ന ഒരു ചിന്താഗതി നമ്മുടെ ഹൃദയത്തിലുണ്ട്. ദൈവം പറഞ്ഞു, ഒന്നും ഗണ്യമാക്കണ്ട, ഞാൻ ഇഷ്ടം പോലെ ജീവിക്കുന്നു, എന്നിട്ട് ജയിക്കും അല്ലേ? നല്ല കാര്യം. ഞങ്ങളൊരു സഹോദരി ഒരിക്കൽ പറഞ്ഞ കാര്യം എൻ്റെ ഓർമ്മയിലുണ്ട് കേട്ടോ. അദ്ദേഹം പറഞ്ഞു, ദൈവം പറഞ്ഞതിന് വിരുദ്ധമായിട്ടാണ് ഞാൻ പ്രവർത്തിച്ചത്. കഴിഞ്ഞ 40 വർഷം അതിൻ്റെ സങ്കടം എനിക്ക് അനുഭവിക്കേണ്ടതായിട്ട് വന്നു. ദൈവം പറഞ്ഞതിന് വിരുദ്ധമായിട്ടാണ് പ്രവർത്തിച്ചതെന്ന് എനിക്കറിയാം. അതിൻ്റെ സങ്കടം കഴിഞ്ഞ 40 വർഷമായിട്ട് എനിക്ക് അനുഭവിക്കേണ്ടി വന്നു എന്ന് പറഞ്ഞു. എൻ്റെ പൊന്നു സഹോദരങ്ങളെ, ഞാൻ പറയാം, ദൈവത്തോട് മത്സരിക്കരുത് കേട്ടോ. ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ നമുക്ക് പ്രതികൂലമാര്? ദൈവത്തിന് പ്രതികൂലമായി, ദൈവത്തിൻ്റെ ആലോചനകൾക്ക് വിരുദ്ധമായി, ദൈവഹിതത്തിന് വിപരീതമായി, ദൈവവചനത്തിന് വിപരീതമായി ജീവിക്കുവാൻ തീരുമാനിക്കരുത്. അതാണ് ദൈവം നമ്മളോട് പറയുന്നത്. വളരെ വളരെ ലളിതമായിരിക്കുന്നൊരു കാര്യമാണ് കേട്ടോ. ഞാൻ ഈ ദിവസങ്ങളിലൊക്കെ കർത്താവിനോട് പറയുന്നൊരു കാര്യമുണ്ട്. കർത്താവ് പറയുന്നത് പോലെ കേൾക്കുവാൻ, കർത്താവ് പറയുന്നത് പോലെ ചെയ്യുവാൻ അവിടുന്ന് എന്നെ പ്രാപ്തിപ്പെടുത്തണം. ഞാൻ ജോൺ സ്റ്റോട്ടിനെ കുറിച്ച് പറഞ്ഞല്ലോ. ജോൺ സ്റ്റോട്ട് പറഞ്ഞൊരു പ്രസ്താവനയോട് ഞാൻ പറയാം. അദ്ദേഹം പറഞ്ഞു, നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിക്കുക എന്നുള്ളതിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, അഹങ്കാരമില്ലാത്ത ഒരു കണ്ണ്, അഹങ്കാരമില്ലാത്ത, നോക്കിയാൽ ഹീസ് എ ഹംബിൾ മാൻ. എന്നിട്ട് പറഞ്ഞു, ദൈവം പറയുന്നത് ചെയ്യുവാൻ മനസ്സ് വയ്ക്കുന്ന കൈകൾ, ദൈവം പറയുന്നത് ചെയ്യാനായിട്ട് മനസ്സ് വയ്ക്കുന്ന കൈകൾ, ദൈവം പറയുന്നിടത്തേക്ക് പോകാൻ മനസ്സുള്ള കാലുകൾ, ദൈവം പറയുന്നത് കേൾക്കുവാൻ മനസ്സുള്ളൊരു ഹൃദയം. ഇതൊക്കെയാണ് ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. അതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. എൻ്റെ പൊന്നു സഹോദരങ്ങളെ, നമുക്ക് ലഭിച്ച ഏറ്റവും വ്യക്തമായ ഒരു സത്യം, ദൈവത്തോട് മത്സരിച്ച് നമുക്ക് ജയിക്കാൻ പറ്റുകയില്ല എന്ന കാര്യമാണ്. ദൈവത്തിൻ്റെ പ്രമാണങ്ങളോട് മത്സരിച്ച്, ദൈവത്തിൻ്റെ വചനത്തോട് മത്സരിച്ച് നമുക്ക് ജയിക്കാൻ സാധിക്കുകയില്ല. അത് പഠിക്കാൻ എത്ര കാലം വേണ്ടി വരും? അയ്യോ എൻ്റെ പൊന്നെ, പഠിക്കണില്ല, നമ്മൾ ആരും പഠിക്കുന്നില്ല. ദൈവത്തോട് മത്സരിച്ച് ജയിക്കാമെന്ന് എങ്ങനെയോ നാം ചിന്തിച്ചു പോകുന്നു. അതൊരു ഭയങ്കര അബദ്ധമാണ്. അവിടെ ദൈവത്തോട് മത്സരിക്കുന്ന ആളുകൾ ജയിക്കില്ല, അവർ തോറ്റുപോകും. എൻ്റെ പൊന്നു സഹോദരങ്ങളെ, ഞാൻ പറയട്ടെ, ഏത് മനുഷ്യനും ഉറച്ചു നിന്നാലും ഒരു ശ്വാസം അത്രയാകുന്നു. നീ മനുഷ്യൻ്റെ ശബ്ദമല്ല, ദൈവത്തിൻ്റെ ശബ്ദമാണ്. എന്നിട്ട് എന്ത് ചെയ്തറിയോ? എന്നിട്ട് ജോസീഫസിൻ്റെ ചരിത്രത്തിൽ അയാൾ പറയുന്നത്, അപ്പുറത്തൊരു കാക്ക ഇരിപ്പുണ്ടായിരുന്നു. അതിങ്ങനെ എന്നൊന്ന് വെച്ചു. അന്നേരം ഒരു കുത്തുന്നത് പോലൊരു വേദന വയറ്റി വന്ന്. അയ്യോ, അത് ശരി, നീ ദൈവമാണെന്നല്ലോ നീ വിചാരിച്ച്, മരിക്കില്ലെന്നല്ലേ നീ വിചാരിച്ചത്? അങ്ങനെയല്ലോ നീ ചിന്തിച്ചത്? എന്ത് ചെയ്യാൻ കഴിയുമെന്നല്ലേ നീ ചിന്തിച്ചത്? നിന്റെ ഇഷ്ടമനുസരിച്ച് പ്രവർത്തിക്കുവാൻ നിനക്ക് സാധിക്കുമെന്നല്ലേ വിചാരിച്ചത്? പക്ഷെങ്കിൽ ഒരു വേദന വന്നു കേട്ടോ. ആള് ചുരുങ്ങിപ്പോയി. പെട്ടെന്ന് തന്നിരുന്ന ആ സിംഹാസനത്തിൽ ഇങ്ങനെ ശരീരവും കാലും എല്ലാം കൂടി ഇങ്ങനെ ചുരുങ്ങിപ്പോയി. ഈ വേദന വന്നപ്പോൾ അപ്പൻഡിസൈറ്റിസ് ആണെന്നൊക്കെ ചില ആളുകളൊക്കെ അതിനെക്കുറിച്ച് പറയാം. അതൊന്നുമല്ല, അതിനേക്കാൾ കൂടിയ പരിപാടിയായി. ഏതായാലും ആൾ തീർന്നു പോയി കേട്ടോ. കൃമിക്ക് അധീനരായി തീർന്നു എന്നാണ്. ഞങ്ങളുടെ ഒരു സ്നേഹിതനായൊരു പ്രസംഗകന് കാഷ്യസ് ക്ലേ മുഹമ്മദ് അലിയെക്കുറിച്ച് പറഞ്ഞ പ്രസ്താവനയുണ്ട്. അവിടെ മുഹമ്മദ് അലി ആരാണ്ട് ഇടിച്ചു വീഴ്ത്തിയതിനു ശേഷം പറഞ്ഞു, ലോകത്തിലുള്ള ഏത് മനുഷ്യനെയും ജയിക്കുവാനുള്ളതായിരിക്കുന്ന കരുത്ത്
ഈ മുഷ്ടിക്കുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു. പറഞ്ഞപ്പം ആ പ്രസംഗകൻ അതിന് പറഞ്ഞ ഒരു വിശദീകരണം അദ്ദേഹം പറഞ്ഞു, കുറച്ച് സമയം കഴിഞ്ഞതിന് ശേഷം ഒരു 10, 15, 20 വർഷം കഴിഞ്ഞിട്ട് നിങ്ങൾ അദ്ദേഹത്തിൻ്റെ കല്ലറയിൽ ചെന്നാൽ പുഴുക്കൾ എഴുന്നേറ്റ് നിന്ന് ചോദിക്കുക എന്തിനാണ് ഇങ്ങോട്ട് വന്നത് എന്ന് ചോദിക്കുന്നത്. എന്തിയേ മുഹമ്മദ് അലി, എന്തിയേ? പുഴുക്കളും ഉണ്ടാവില്ല ഇപ്പോഴ്, അതൊക്കെ തീർന്നു പോയി. മൂക്കിൽ ശ്വാസമുള്ള മനുഷ്യൻ ദൈവത്തോട് മത്സരിക്കുവാൻ തീരുമാനിക്കുന്നത് എന്തുകൊണ്ടാണ്? അയ്യോ, ദൈവം അവനെ അടിച്ചു കേട്ടോ, ദൈവം അവനെ അടിച്ചു, ദൂതൻ അവനെ അടിച്ചു. ഞാൻ കഴിഞ്ഞ ആഴ്ച നിങ്ങളോട് പറഞ്ഞായിരുന്നല്ലോ, ഈ 2 വാക്കുകൾ ഒരേ വാക്ക് തന്നെയാകട്ടോ. ദൂതൻ വന്ന് പത്രോസിനെ തട്ടി എഴുന്നേൽക്കുക എന്ന് പറഞ്ഞു, അതേ വാക്കാണ്. ദൂതൻ വന്ന് ഇവനെയും തട്ടി. ഒന്ന് വിമോചനത്തിന് വേണ്ടിയുള്ള കരമാണ് എങ്കിൽ മറ്റത് ശിക്ഷയ്ക്ക് വേണ്ടിയുള്ള, ന്യായവിധിക്ക് വേണ്ടിയുള്ള ദൈവത്തിൻ്റെ കരമാണ്. രക്ഷിക്കുന്ന കരം മാത്രമല്ല ദൈവത്തിനുള്ളത്, ആ ദൈവത്തിൻ്റെ കരം മനുഷ്യനെ ശിക്ഷിക്കുന്ന കരവുമാണ്. ആ കാര്യം ഹെരോദാവിന് മനസ്സിലായി കേട്ടോ. അവനെ അടിച്ചു. ഒരു മനുഷ്യൻ്റെ ഏറ്റവും ക്രൂരമായ മരണത്തെ വിശദീകരിക്കാനായിട്ട് ഉപയോഗിക്കുന്നൊരു പ്രയോഗമാണ്, അവൻ കൃമിക്ക് ഇരയായി പ്രാണനെ വിട്ടു. കൃമിക്ക് ഇരയായി പ്രാണനെ വിട്ടു. കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഹെരോദാവിൻ്റെ അടുക്കൽ നിന്ന് ചോദിക്കുകയാണെങ്കിൽ കൃമികൾ എഴുന്നേറ്റ് എന്ന് ചോദിക്കും, എന്തിനാ ഇങ്ങോട്ട് വന്നതെന്ന് ചോദിക്കും. എന്തിനാ ഇങ്ങോട്ട് വന്ന്? എൻ്റെ പൊന്നു സഹോദരങ്ങൾ, അത്രയേ ഉള്ളൂ കേട്ടോ മനുഷ്യർ. അവർക്കൊരു ശ്വാസമേ ഉള്ളൂ. അവർക്ക് ദൈവത്തോട് മത്സരിച്ച് നിൽക്കുവാൻ കഴിയുകയില്ല. ദൈവത്തിൻ്റെ പദ്ധതികളെ അവർക്ക് പരാജയപ്പെടുത്തുവാൻ കഴിയുകയില്ല. ദൈവത്തിൻ്റെ കാരുണ്യം കൊണ്ടാണ് ഏത് മനുഷ്യനും ജീവിക്കുന്നത്. അത് വിശ്വാസികൾ പ്രത്യേകിച്ചും അവിശ്വാസികൾ വല്ലപ്പോഴുമെങ്കിലും ചിന്തിക്കുന്നത് നല്ലതാണ്. ദൈവത്തിനെതിരെ നിൽക്കാം, ദൈവത്തിൻ്റെ പരിപാടികളെ പരാജയപ്പെടുത്താം എന്ന് ചിന്തിക്കുന്നത് പോഷത്വമാണ്. ദൈവത്തോട് മത്സരിച്ച് വിജയിക്കുവാൻ മനുഷ്യർക്ക് സാധിക്കില്ല എന്നതാണ് ഞാൻ രണ്ടാമത് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം. മൂന്നാമത് പറയുന്ന കാര്യം, എന്നാൽ ദൈവവചനം മേൽക്കുമേൽ പരന്നുകൊണ്ടിരുന്നു. ബർന്നബാസും ശൗലും ശുശ്രൂഷ നിവർത്തിച്ച ശേഷം മർക്കോസ് എന്ന മറുപേരുള്ള യോഹന്നാനെയും കൂട്ടിക്കൊണ്ട് യെരുശലേം വിട്ട് മടങ്ങിപ്പോന്നു. എന്നാൽ എന്ന് പറഞ്ഞാൽ എന്താ എൻ്റെ അർത്ഥം? ഇറ്റ്സ് എ കോൺട്രാസ്റ്റ് അല്ലേ? ക്രമിക്കിരയായിരിക്കുന്ന ഹെരോദാവ് ദൈവത്തോട് എതിർത്തുനിന്ന് ദൈവിക പരിപാടികളെയും പദ്ധതികളെയും പരാജയപ്പെടുത്തുവാൻ കഴിയും എന്ന് ചിന്തിച്ച ഹെരോദാവ് അവൻ ക്രിമിക്കിരയായി പ്രാണനെ വിട്ടു. എന്നാൽ ദൈവവചനം മേൽക്കുമേൽ ബലപ്പെട്ടു. അതാണ് ഞാൻ മൂന്നാമത് പറയാൻ ആഗ്രഹിക്കുന്നത്. ദൈവത്തെയും ദൈവ പദ്ധതികളെയും പരാജയപ്പെടുത്തുവാൻ മനുഷ്യൻ എത്ര പരിശ്രമിച്ചാലും മനുഷ്യൻ പരാജയപ്പെടുകയും ദൈവം വിജയിക്കുകയും ചെയ്യും എന്നുള്ള കാര്യമാണ് മൂന്നാമത് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. എന്നാൽ ദൈവവചനം മേൽക്കുമേൽ പരന്നുകൊണ്ടിരുന്നു. എന്നാൽ ദൈവവചനം മേൽക്കുമേൽ പരന്നുകൊണ്ടിരുന്നു. ഇദ്ദേഹത്തിൻ്റെ വല്യപ്പനാണ് ഹെരോദാവ് ദ ഗ്രേറ്റ് എന്ന് പറയുന്നയാൾ. ഹെരോദാവ് ദ ഗ്രേറ്റ്. അവിടെ തന്നെ സന്ദർശിക്കാനായിട്ട് വന്ന വിദ്വാൻമാരോട് ഹെരോദാവ് പറഞ്ഞു, നിങ്ങൾ പോയി അന്വേഷിച്ചിട്ട് ശിശുവിനെ കണ്ടെത്തിയാൽ നിങ്ങൾ വന്ന് ഞാനും പോയി അവനെ നമസ്കരിക്കേണ്ടതിന് എന്നോട് വന്ന് പറയണമെന്ന് പറഞ്ഞു. പക്ഷേ അവർക്ക് സ്വപ്നത്തിൽ ഒരു കൽപ്പന കിട്ടി, നിങ്ങൾ ഹെരോദാവിനെ കാണാനായിട്ട് പോകരുതെന്ന് പറഞ്ഞു. അപ്പോൾ ഹെരോദാവിനെ കാണാതെ അവർ പോയി. അവിടെ ഈ വിദ്വാൻമാർ തന്നെ പരിഹസിച്ചു എന്നറിഞ്ഞ് 2 വയസ്സും അതിന് താഴെയുള്ളതായിരിക്കുന്ന അവിടെയുള്ള ശിശുക്കളെല്ലാം കൊന്നുകളയാനായിട്ട് ഹെരോദാവ് ഒരു കൽപ്പന പുറപ്പെടുവിച്ചു. അതിനു മുമ്പേ തന്നെ കർത്താവിനെയും കൊണ്ട് കർത്താവിൻ്റെ വളർത്തുപിതാവായിരിക്കുന്ന യോസേഫും മറിയയും കൂടെ ഈജിപ്തിലേക്ക് പോയി അവർ രക്ഷപ്പെട്ടു. അതിനടുത്ത പ്രസ്താവന എന്താണെന്നറിയാമോ? അതിനടുത്ത പ്രസ്താവന ഹെരോദാവ് കഴിഞ്ഞു പോയതിന് ശേഷം ദൂതൻ മിസ്രയീമിൽ മറിയയ്ക്കും യോസേഫിനും പ്രത്യക്ഷനായിട്ട് പറഞ്ഞു, നിന്നെ കൊല്ലാൻ വിചാരിച്ച ആൾ തീർന്നുപോയി, ഇനി നിങ്ങൾക്ക് മടങ്ങി പോകാമെന്ന് പറഞ്ഞു. എല്ലാവരും കഴിഞ്ഞു പോകുന്ന ആളുകളാണ് കേട്ടോ. ദൈവത്തിനെതിരെ നിൽക്കുവാൻ, ദൈവിക പരിപാടികളെ പരാജയപ്പെടുത്തുവാൻ ശ്രമിച്ച എത്രയോ മനുഷ്യർ ഈ ലോകത്തിലുണ്ട്. അവരുടെ പദ്ധതികളും ഒക്കെ പരാജയപ്പെട്ടു. വോൾട്ടയർ എന്ന് പറയുന്ന ആള്, വോൾട്ടയർ, മൊണ്ടസ്ക്യൂ, പിന്നെ വേറെ ആളുണ്ട് അല്ലേ? ശരി, ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ആൾക്കാരല്ല, അവൻ കൂടിയ ആളാണ് വോൾട്ടയർ. വന്ന് അദ്ദേഹം പറഞ്ഞു, എൻ്റെ ജീവിതകാലത്ത് ബൈബിൾ എന്ന് പറയുന്ന പുസ്തകം
ഈ ലോകത്തിൽ നിന്ന് അത് ഒരു പഴഞ്ചൻ പുസ്തകമാണ് എന്നുള്ള രീതിയിൽ ഞാൻ നിഷ്കാസനം ചെയ്യും എന്നാണ് വോൾട്ടയർ പറഞ്ഞത്. എന്നാൽ ഒരു 30 വർഷം കഴിഞ്ഞപ്പോഴത്തേക്ക് വോൾട്ടയർ മരിച്ചു കേട്ടോ. 40 വർഷം കഴിഞ്ഞപ്പോൾ അദ്ദേഹം താമസിച്ചിരുന്ന വീട് ഫ്രാൻസിലെ ബൈബിൾ സൊസൈറ്റിക്കാരെടുത്ത് അത് ബൈബിൾ സൊസൈറ്റിയുടെ ബൈബിൾ സൂക്ഷിക്കുന്ന ഒരു സ്ഥലമാക്കി അതിനെ മാറ്റി. അതൊരു തമാശയല്ലേ? ബൈബിളിനെ ഈ ലോകത്തിൽ നിന്ന് നിഷ്കാസനം ചെയ്യുമെന്ന് പറഞ്ഞ മനുഷ്യൻ്റെ ഭവനം ഒരു 40 വർഷത്തിന് ശേഷം ബൈബിൾ സംഭരിക്കുന്ന അതിൻ്റെ ഒരു ഗോഡൗൺ ആയിട്ട് ആ വീട് മാറി. എത്രയോ മനുഷ്യരാണെന്നറിയാമോ ദൈവത്തിനും സുവിശേഷത്തിനുമെതിരെ വാളോങ്ങി അതിനെതിരെ വിപ്ലവം പ്രഖ്യാപിച്ച് ദൈവത്തെ പരാജയപ്പെടുത്തുവാനായിട്ട് ഇറങ്ങിത്തിരിച്ചത്. എന്നാൽ ദൈവത്തിൻ്റെ വചനം നമ്മളോട് പറയുന്ന അലംഘനീയമായ പ്രഖ്യാപനം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ വചനത്തെ പരാജയപ്പെടുത്തുവാൻ, സുവിശേഷത്തെ പരാജയപ്പെടുത്തുവാൻ, യേശുക്രിസ്തുവിനെ പരാജയപ്പെടുത്തുവാൻ ലോകത്തിലുള്ള ഒരു ശക്തിക്കും സാധിക്കില്ല. എന്നാൽ ദൈവത്തിൻ്റെ വചനം മേൽക്കുമേൽ പരന്നുകൊണ്ടിരുന്നു. എൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ സന്തോഷം ഞാൻ പറയാം. അതെന്താണെന്നറിയാമോ? ജയിക്കുന്ന ഗ്രൂപ്പിലാണ് ഞാൻ എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ സന്തോഷം. ജയിക്കുന്ന ഗ്രൂപ്പിലാണ് ഞാൻ, യേശുക്രിസ്തുവിൻ്റെ പക്ഷത്താണ്. അതാണ് എൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ആനന്ദം. എല്ലാം സമാപിച്ചതിന് ശേഷം the final laugh belongs to me because I belong to Christ. കർത്താവായ യേശുക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കുന്നു എന്നുള്ളതിൻ്റെ പേരിൽ അവസാനത്തെ വിജയമെന്ന് പറയുന്നത് എനിക്കാണ്, അല്ലെങ്കിൽ നമുക്കാണ്. ഞാൻ എന്നെ തന്നെ മാത്രം പറഞ്ഞതിൽ ഇപ്പം ജോയലിനൊക്കെ ഒരു സങ്കടം ഉണ്ടെന്ന് എനിക്കറിയാം. അയ്യോ നമുക്കാന്ന്, എൻ്റെ ഫോൻ്റെ അനുഗ്രഹം അത് പറയാം. We will reign, നാം വിജയിക്കും, അതിന് യാതൊരു തർക്കവുമില്ല. സകല മുഴങ്കാലും കർത്താവായ യേശുക്രിസ്തുവിന്റെ മുൻപിൽ മടങ്ങും. എന്നിട്ട് സകല ആളുകളും ദൈവത്തിന് മഹത്വത്തിനായിട്ട് യേശുക്രിസ്തു കർത്താവെന്ന് ഏറ്റു പറയും. ആ കർത്താവിന് വേണ്ടി നിൽക്കുവാനുള്ള ഭാഗ്യമാണ് നമുക്ക് ദൈവം നൽകിയിരിക്കുന്നത്. ഹെരോദാക്കന്മാർ പോകും, സീസർ പോകും, അലക്സാണ്ടർ മരിക്കും, അവരൊക്കെ ലോകത്തിൽ നിന്ന് കടന്നു പോകും. അവരെക്കുറിച്ചുള്ള വാർത്തകളും അവരുടെ പരിപാടികളും അവസാനിക്കും. എന്നാൽ യേശുക്രിസ്തുവും തൻ്റെ സുവിശേഷവും എല്ലാം ഇപ്പോഴും വിജയിക്കും. അതാണ് ദൈവത്തിൻ്റെ വചനം നമുക്ക് തരുന്ന ഉറപ്പതാണ്. വി ആർ വെരി ഫോർച്ചുനേറ്റ് അല്ലേ? നാം അത്ഭുതകരമായ രീതിയിൽ സന്തോഷിക്കുവാൻ അർഹതയുള്ള ആളുകളാണ്. കാരണം കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പക്ഷത്ത് നിൽക്കുവാൻ ദൈവം നമുക്ക് ഭാഗ്യം തന്നു എന്നുള്ളതാണ് അതിൻ്റെ കാരണമെന്ന് പറയുന്നത്. ഈ പ്രസ്താവനയെക്കുറിച്ച് നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം. എന്നാൽ ദൈവവചനം മേൽക്കുമേൽ പരന്നുകൊണ്ടിരുന്നു. ഇങ്ങനൊരു ഇതിന് സമാനമായിരിക്കുന്ന പ്രസ്താവന ഇതിന് മുന്നമേ ഉണ്ടല്ല? എവിടെയാ? നിങ്ങളത് ഓർമ്മയില്ലായിരിക്കും. അപ്പം ഞാൻ പറയാം അല്ലേ. 9-ാമത്തെ അധ്യായത്തിൻ്റെ 31-ാം വാക്യത്തിൽ, 9-ാമത്തെ അധ്യായത്തിൻ്റെ 31-ാം വാക്യത്തിൽ ഇതിന് സമാനമായിരിക്കുന്ന പ്രസ്താവനയുണ്ട്. അതിന് സമാനമായ പ്രസ്താവന ഇവിടെ പറഞ്ഞപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ എന്ന് പറഞ്ഞാൽ അതൊരു ഭാഗമാണ്. അത് അദ്ദേഹം വിവരിക്കാൻ വൺ സെക്ഷൻ ലൂക്കോസ് പറയുന്ന ആശയങ്ങളെ ക്രോഡീകരിച്ചു കൊണ്ടുള്ള ഒരു സെക്ഷനാണ് 9:31 മുതൽ 12:24 വരെയുള്ള വാക്യം എന്ന് പറയുന്ന ഒരു സെക്ഷനാണ്. അവിടെ എന്താണെന്നറിയാമോ വിഷയം? അവിടുത്തെ വിഷയം എന്താണെന്ന് ചോദിച്ചാൽ ജാതികളുടെ മധ്യത്തിലേക്കുള്ള സുവിശേഷ വേലയ്ക്കായുള്ള ഒരുക്കം, ജാതികളുടെ മധ്യത്തിലുള്ള സുവിശേഷ പ്രവർത്തനത്തിനായുള്ള ഒരുക്കം, അതിനുള്ള ക്രമീകരണം, അതിൻ്റെ ഉദ്ഘാടനം എന്നതാണ് ആ ഭാഗത്ത് ലൂക്കോസ് പറയുന്ന കാര്യം. അതാണ്. അപ്പോൾ ഇനിയും നമ്മൾ വരാൻ പോകുന്നതെന്ന് ചോദിച്ചാൽ ഇനാഗുറേഷൻ കഴിഞ്ഞു കേട്ടോ. ദെൻ സുവിശേഷം എങ്ങനെയാണ് ജാതികളുടെ അടുക്കലേക്ക് ലോകത്തിൻ്റെ അറ്റം വരെ എത്തിയത് എന്നതിനെക്കുറിച്ചാണ് ഇനിയും പറയാനായിട്ട് പോകുന്നത്. അല്ലെങ്കിൽ പറയാം 13-ാമത്തെ അധ്യായം എന്ന് പറയുന്നത് അപ്പസ്തല പ്രവൃത്തികളുടെ മധ്യമാണ്. 14ആണ് 28 അധ്യായം ആയതുകൊണ്ട്. എന്നാൽ അങ്ങനെയല്ല, 13-ാമത്തെ അധ്യായമാണ് അതിൻ്റെ മിഡിൽ എന്ന് പറയുന്നത്. അവിടെയാണ് അപ്പസ്തല പ്രവൃത്തികളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിരിക്കുന്ന സംഭവം ആരംഭിക്കാൻ പോകുന്നത്. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരുശലേമിലും യഹൂദയിലും എല്ലായിടത്തും ശമരിയിലും ഭൂമിയുടെ അറ്റത്തോളം എൻ്റെ സാക്ഷികളാകും. ഭൂമിയുടെ അറ്റത്തോളം എങ്ങനെയാണ് ദൈവമക്കൾ സുവിശേഷം കൊണ്ടെത്തിച്ചത് എന്നതിനെക്കുറിച്ചാണ് ഇനി പറയാനായിട്ട് പോകുന്നത്. അതിൽ പ്രവർത്തിച്ച 3 ആളുകളുടെ
പേര് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഈ ഭാഗം അവസാനിപ്പിക്കുക. അദ്ദേഹം പറഞ്ഞു, ബർന്നബാസും ശൗലും ശുശ്രൂഷ നിവർത്തിച്ച ശേഷം മർക്കോസ് എന്ന് മറുപേരുള്ള യോഹന്നാനെയും കൂട്ടിക്കൊണ്ട് യെരുശലേം വിട്ട് മടങ്ങിപ്പോന്നു. ഇനി നിങ്ങൾ 13-ാമത്തെ അധ്യായത്തിലേക്ക് കാണുമ്പോൾ ഈ 3 ആൾക്കാരെയാണ് നിങ്ങൾ കാണാനായിട്ട് പോകുന്നത്. അവർ ബർന്നബാസും ശൗലും എന്ന് പറഞ്ഞാണ് ആരംഭിക്കുന്നത് കേട്ടോ. ബർന്നബാസും ശൗലും, പിന്നെ അവർക്ക് സേവകനായിട്ട് മർക്കോസ് എന്ന് മറുപേരുള്ള യോഹന്നാൻ. യോഹന്നാൻ എന്ന് മറുപേരുള്ള മർക്കോസ്. അതായത് മർക്കോസിൻ്റെ സുവിശേഷം എഴുതിയ മർക്കോസാണ് കേട്ടോ, കുറഞ്ഞ ആളൊന്നുമല്ല. അപ്പം അദ്ദേഹം ബർന്നബാസിനും ശൗലിനും ശുശ്രൂഷകനായിട്ട് അവരോടുകൂടെ ഉണ്ട്. ആ 3 ആളുകൾ എങ്ങനെ സുവിശേഷം ലോകത്തിൻ്റെ അറ്റത്ത് വരെ എത്തിക്കുന്നതിൽ അവരെങ്ങനെ ഒരു പ്രമുഖ സ്ഥാനം വഹിച്ചു എന്നുള്ള കാര്യത്തെക്കുറിച്ചാണ് പറയാനായിട്ട് പോകുന്നത്. കുറേ കഴിയുമ്പോൾ ഇത് തിരിയും. 14-ാമത്തെ അധ്യായത്തിൽ വെച്ചാണ് ഇതിൻ്റെ ഓർഡർ തിരിയുന്നത്. അവിടെ വരുമ്പോൾ പിന്നീട് പൗലോസും ബർന്നബാസും എന്നാകും. അല്ലെങ്കിൽ ഈ വിഷയത്തിൽ ഏറ്റവും മുഖ്യ സ്ഥാനം അപ്പസ്തലനായിരിക്കുന്ന പൗലോസിനാണ് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാകും. അപ്പോൾ പൗലോസിനെക്കുറിച്ചും ബർന്നബാസിനെക്കുറിച്ചും പറഞ്ഞ് ഒരു വാക്ക് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കും. അദ്ദേഹം പറഞ്ഞു, ബർന്നബാസ് ശൗലും ശുശ്രൂഷ നിവർത്തിച്ച ശേഷം. പൗലോസിനെയും ബർന്നബാസിനെയും എന്തെങ്കിലും ശുശ്രൂഷ ഏൽപ്പിച്ചാൽ അവരത് തികയ്ക്കുന്ന ആളുകളാണ്. ദൈവം പറയുന്നത് പോലെ ദൈവത്തിൽ ആശ്രയിച്ച് തങ്ങളെ ഏൽപ്പിക്കുന്ന ശുശ്രൂഷകൾ ചെയ്തു തികയ്ക്കുവാൻ മനസ്സുള്ള ആളുകളാണ് ബർന്നബാസ് ശൗലും. ദൈവവേലയിൽ നമുക്ക് പങ്കുപോകരിയും വേണമോ? ദൈവം പറയുന്നത് ചെയ്യാനായിട്ട് മനസ്സ് വയ്ക്കണം, എങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ. ബർന്നബാസ് ശൗലും ശുശ്രൂഷ നിവർത്തിച്ച ശേഷം വലിയ വേലയ്ക്കുള്ളതായിരിക്കുന്ന വാതിലുകൾ നമുക്ക് തുറന്നു നിൽക്കുന്നത് ചെറിയ അവസരങ്ങൾ വിശ്വസ്തയോടുകൂടെ നമ്മൾ കൈകാര്യം ചെയ്യുമ്പോഴാണ്. When small avenues are used by the grace of God, greater avenues are going to be opened before us. നമുക്ക് മുൻപിൽ വലിയ വാതിലുകൾ തുറന്നു തരുവാനായിട്ട് ദൈവത്തിന് കഴിയും എന്നുള്ള കാര്യമാണ് ഇവിടെ നമുക്ക് പറയുവാൻ സാധിക്കുന്നത്. അപ്പം അതുകൊണ്ട് എൻ്റെ സഹോദരന്മാരെ, ഞാൻ വീണ്ടും പറയട്ടെ, നമ്മുടെ ജീവിതത്തെ വിശദീകരിക്കുന്നത് എങ്ങനെയാണ്? നമ്മുടെ ജീവിതത്തെ നമ്മൾ വിശദീകരിക്കുന്നത് ദൈവത്തെ കേന്ദ്രീകരിച്ച്, ദൈവപ്രവർത്തനത്തെ, ദൈവത്തിൻ്റെ സാന്നിധ്യത്തെ, ദൈവത്തിൻ്റെ നിയന്ത്രണത്തെ കേന്ദ്രീകരിച്ചു കൊണ്ട് വേണം നമ്മുടെ ജീവിതത്തെ വിശദീകരിക്കുവാൻ, ജീവിതത്തെ കാണുവാൻ, ജീവിക്കുവാൻ എന്നതാണ് ഞാൻ ഒന്നാമത് പറയാൻ ആഗ്രഹിക്കുന്നത്. രണ്ടാമത് പറയാൻ ആഗ്രഹിക്കുന്നത്, ദൈവത്തോട് മത്സരിക്കുന്നത് ഭയങ്കര അബദ്ധമാകട്ടോ. ദൈവം പറയുന്നത് കേട്ട് വിനയപ്പെട്ട് നമുക്ക് തന്നതൊക്കെ ദൈവത്തിൻ്റെ ദാനമാണെന്ന് മനസ്സിലാക്കി വിനയപ്പെട്ട് കർത്താവിനെ സേവിക്കുന്നതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ അനുഗ്രഹം എന്ന് പറയുന്നതാണ്. ലോകത്തുള്ള എല്ലാ ശക്തികളും ഒരുമിച്ച് നിന്നാലും ദൈവത്തിൻ്റെ പരിപാടികളെ പരാജയപ്പെടുത്തുവാൻ കഴിയുകയില്ല. യേശുക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കുന്നതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ആനന്ദം. അതാണ് ഞാൻ മൂന്നാമത് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. സർവശക്തനായ ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അതിൻ്റെ കൃപകളാൽ ദൈവം നമ്മളെ നിറയ്ക്കട്ടെ. ഞങ്ങളുടെ സ്നേഹവനായ കർത്താവേ, അവിടുത്തെ പരിശുദ്ധമായ നാമത്തിന് ഞങ്ങൾ നന്ദിയും സ്തോത്രങ്ങളും അർപ്പിക്കുന്നു. അവിടുത്തെ പിതാവും ഞങ്ങളുടെ ദൈവവുമായിരിക്കുന്ന പിതാവായ ദൈവത്തിന് ഞങ്ങൾ സ്തോത്രങ്ങളും സ്തുതികളും അർപ്പിക്കുന്നു. കർത്താവേ, ദൈവമേ, ഞങ്ങളുടെ ജീവിതത്തെ നിയന്ത്രിക്കുന്ന ദൈവകൃപയ്ക്കായിട്ട്, ദൈവകരത്തിനായി ഞങ്ങൾ നന്ദിയോടെ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. കർത്താവെ, ദൈവത്തോട് മത്സരിക്കുന്നത് ഏറ്റവും വലിയ പോഷത്വമാണെന്ന് മനസ്സിലാക്കി ദൈവത്തെ അനുസരിക്കുവാൻ, ദൈവത്തിന് വിധേയപ്പെടുവാൻ അവിടെ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഭാവി ഏറ്റവും മനോഹരമാണെന്നുള്ളത് കൊണ്ട് നന്ദിയോടെ സ്തോത്രം. ഞങ്ങളുടെ കർത്താവ് ആത്യന്തികമായി വിജയിക്കും. അവൻ ഈ ലോകത്തെ ഭരിക്കുന്ന ഏക ചക്രാധിപതിയായിട്ട് ഈ ലോകത്തിലേക്ക് മടങ്ങി വരും എന്നുള്ളതോർത്ത് ഞങ്ങൾ നന്ദിയോടെ അങ്ങേ സ്തുതിക്കുന്നു. അങ്ങയോട് ചേർന്ന് നിൽക്കുവാൻ ലഭിച്ച ഈ മഹാഭാഗ്യത്തിനായിട്ട് നന്ദിയോടെ സ്തോത്രം. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ.